യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യമാണ്. ഒരിക്കൽ കൂടി വായിക്കാം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നമ്മള് പ്രാരംഭ ദിവസം ചിന്തിച്ചല്ലോ, പുതിയ നിയമത്തിലെ 2 ലേഖനങ്ങൾ സമാന്തരമായ 2 രേഖ പോലെ, റോമാലേഖനവും യാക്കോബിന്റെ ലേഖനവും. കാരണം ഈ 2 ലേഖനത്തിൽ ലേഖനകർത്താക്കൾ 2 വിഷയം സ്ഥാപിച്ചു. റോമാലേഖനത്തിൽ വിശ്വാസത്തുള്ള നീതീകരണം, പ്രവൃത്തിക്ക് ഊന്നൽ കൊടുത്തുള്ള ലേഖനമാണ്. യാക്കോബ് രക്ഷയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തയാളാണ്. 3 വിധത്തിലുള്ള രക്ഷ: ആത്മരക്ഷ, പ്രാണരക്ഷ, ദേഹരക്ഷ. ആദ്യ ദിവസം വരാത്തവരുടെ അറിവിനെ സൂചിപ്പിച്ച് മുമ്പോട്ട് പോകാം. 1-ാം അധ്യായത്തിന്റെ 21 ആത്മരക്ഷ, 5-ാം അധ്യായത്തിന്റെ 20 പ്രാണരക്ഷ, 2-ാം അധ്യായത്തിന്റെ 16 ദേഹരക്ഷ. അപ്പോൾ ത്രിവിധമാകുന്ന 3 വിധത്തിലുള്ള രക്ഷയ്ക്ക് യാക്കോബ് പ്രാധാന്യം കൊടുത്തു. രക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മാത്രം, മറ്റൊരുത്തനിലും രക്ഷയില്ല. 5 അധ്യായമുണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ. 5 അധ്യായത്തിൽ നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ 5 സബ്ജക്റ്റോടെ യാക്കോബ് ഓർപ്പിക്കുന്നു. 1-ാം അധ്യായത്തിൽ പരീക്ഷയെ സംബന്ധിച്ച വിഷയം, 2-ാം അധ്യായത്തിൽ പ്രവൃത്തിക്ക് ഊന്നൽ കൊടുക്കുന്നു, 3-ാം അധ്യായത്തിൽ നാവിന് നിയന്ത്രണം, 4-ാം അധ്യായത്തിൽ ആത്മീക പോരാട്ടം, 5-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യവും, 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യവും, 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യവും, 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും, 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും. 1-ന്റെ 12 വായിക്കുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ. അപ്പോൾ വിവിധ പരീക്ഷകൾ ദൈവകുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ വരും. എന്നാൽ അതിനെയെല്ലാം അതിജീവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകും. സ്തോത്രം. അതിന് ദൃഷ്ടാന്തമായി നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ചല്ലോ. ഒടുവിൽ യേശു ക്രിസ്തുവിനെ പിശാച് പരീക്ഷിച്ചു. ക്രിസ്തു ദൈവത്തിന്റെ വചനത്താലും ആത്മശക്തിയാലും ഇതിനെയെല്ലാം ജയിച്ചു. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ വരുന്ന പരീക്ഷകൾ ഒരു ദൈവവൈതൽ ജയിക്കുന്നത് സ്വയശക്തി കൊണ്ടല്ല, ആത്മശക്തി കൊണ്ടാണ്. കായബലം കൊണ്ടല്ല, ആത്മബലം കൊണ്ടാണ്. നമ്മുടെ അറിവ് കൊണ്ടല്ല, തിരുവചന പ്രകാരം. അപ്പൊ ക്രിസ്തു അതിന് നല്ല മാതൃക കാണിച്ചു. ഇങ്ങനെയുള്ള പരീക്ഷകളെല്ലാം ക്രിസ്തു ജയിച്ചു. സാറേ പണ്ടൊരു പാട്ടിന്റെ ശീലെഴുതിയല്ലോ, 41 നാൾ ഉപവസിച്ചിടവേ നീ താൽപര്യത്തോടടുത്തു വൈരിയായോ. 41 നാൾ ഉപവസിച്ചിടവേ നീ താൽപര്യത്തോടടുത്ത് വൈരിയായോ. ഉത്തമാം പ്രലോഭനത്തിനുമേ വഴിപ്പെടാതെ നിഷ്ഠയാല ഘോര വൈരിയെ തോൽപ്പിച്ചൊരു സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. അപ്പൊ ഇങ്ങനെയുള്ള ഈ പരീക്ഷകളെ ക്രിസ്തു ജയിച്ചു. ബബലേക്കാലം നല്ലത് മറ്റേതാണോ? അത് ഉപയോഗിച്ചില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഈ വിഷയത്തെ എല്ലാം ക്രിസ്തു ജയിച്ചു. നമ്മളെ മത്തായി വായിക്കുന്നത് 40 കഴിഞ്ഞപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്നതാ. ലൂക്കോസ് പറഞ്ഞ 40 ദിവസവും പരീക്ഷിച്ച അതെന്തോ പരീക്ഷയാന്ന് മർക്കോസ് സൂചിപ്പിച്ചു. 40 ദിവസവും കാട്ടുമൃഗങ്ങളോടുകൂടെ എന്ന് പറഞ്ഞാൽ മൃഗീയമായ വിഷയങ്ങൾ തന്റെ ജീവിതത്തിൽ വന്നോ, അതിനെയെല്ലാം യേശു ജയിച്ചു. പിന്നെ ഇതിനെയെല്ലാം ക്രോഡീകരണം എന്ന നിലയിൽ ആ ഒടുവിൽ 3 പോയിന്റുമായിട്ട് കക്ഷി വന്നത്. ആദ്യത്തെ പോയിന്റിൽ വന്ന് പറഞ്ഞു, നീ ദൈവപുത്രന് അഭിഷേകമുണ്ട്, കൃപയുണ്ട്, ഉപവസമുണ്ട്, കല്ലുകളെല്ലാം അപ്പമാകാൻ. യേശു വചനം കൊണ്ട് അവനെ വെട്ടി. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പോൾ പരീക്ഷകൻ ഉയർന്നൊരു മലയിൽ കൊണ്ട മത്തായി. ലൂക്കോസ് പറഞ്ഞ മലയല്ല, മേപ്പോട്ട് പോയെന്ന്. അതാ കുറച്ചുകൂടെ നമുക്ക് യോജിക്കാൻ പറ്റുന്നത്. കാരണം പലസ്തീനിലെ ഏറ്റവും വലിയ മലയെ കയറിയ ലോകത്തിലെ എല്ലാ രാജ്യവും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ലൂക്കോസ് പറഞ്ഞതാ, മേപ്പോട്ട് ഒന്ന് ഭ്രമണപഥത്തിൽ ഇല്ലെങ്കിൽ ആത്മാവിൽ അങ്ങനെ പോകാം. തെളിവ് യഗസ്കേൽ പുരോഹിതനും പ്രവാചകനുമാകുന്ന ആ ദൈവദാസൻ ഈ ബാബേലിൽ ടെൽ അബീബ് കോളനിയിൽ മൂപ്പന്മാരുടെ മധ്യത്തിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ മുടിക്കുത്തിന് പിടിച്ച് മേപ്പോട്ട് കൊണ്ടുപോയെന്ന്. അങ്ങനെ മേപ്പോട്ട് കൊണ്ടുപോയി ആകാശത്തിന് ഭൂമിക്ക് മധ്യേ ഉയർത്തി ദിവ്യ ദർശനങ്ങളാൽ യെരൂശലേമിന്റെ വടക്കേ വാതൊക്കെ കൊണ്ടുവന്ന ശരീരം ടെൽ അബീബ് കോളനിൽ ഇരിക്കുക. അപ്പൊ തന്നെ ആത്മാവിൽ അങ്ങ് ചെന്നു. അങ്ങനെ നമുക്ക് പോകാം. അപ്പൊ ശ്രദ്ധിക്കുക, ശരീരം ബാബേൽ സംസ്ഥാനത്ത് ടെൽ അബീബ് കോളനിയിൽ ഇരിക്കുക. അപ്പൊ തന്നെ ആത്മാവിൽ യെരൂശലേമിന്റെ വടക്കേ വാതൊക്കെ ചെന്നു.
ആത്മാവിൽ ഇവിടെ ചെന്ന് ദിവ്യദർശനം തന്നെ കാണിച്ചെന്ന 8-ാം അധ്യായത്തിന്റെ 1-2 പെട്ടെന്നൊന്ന് വായിച്ചേ. യെഹെസ്കേൽ 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദാ മൂപ്പന്മാർ എന്റെ മുമ്പിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിന്റെ കൈ എന്റെ മേൽ വന്നു. അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു. മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെയും അരമുതൽ കീഴോട്ട് തീ പോലെയും അരമുതൽ മേലോട്ട് ശുക്ലസ്വർണ്ണത്തിന്റെ പ്രഭ പോലെയുമായിരുന്നു. അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്റെ തലമുടിക്ക് പിടിച്ചു. അപ്പൊ തലമുടിക്കുത്തിന് പിടിച്ചു. ആത്മാവെന്നെ ഭൂമിയുടെയും ആകാശത്തിന്റെ മധ്യ ഉയർത്തി. ഒരു എന്താ പറയാം, ദൈവമക്കൾ ഉള്ളത് കൊണ്ട് ഈ തലമുടിക്കുത്തിന് പിടിച്ച് മേപ്പോട്ട് കൊണ്ട്, സാധാരണഗതിയിൽ മുടിക്കുത്തിന് പിടിച്ച വേദന ഉണ്ടാകും. ഒരു മുടി പറഞ്ഞാൽ മതിയല്ലോ, ഓർക്കാപ്പുറത്ത് വേദന. അപ്പൊ മുടിക്കുത്തിന് പിടിച്ച് മേപ്പോട്ട് കൊണ്ടുപോവുക. അപ്പൊ ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോകുമ്പോ പുള്ളി ഓർത്തത് തീർന്നെന്ന. മുടിക്കുത്തിന് പിടിച്ചല്ലേ ഈ പൊക്കുന്നേ. ഈ മുടി തൂങ്ങിക്കിടന്ന 2 കക്ഷികളാ. ഒന്ന് ഇപ്പോൾ അപ്പം അപ്പൊ ഈ അബ്ശാലോം മുടിക്കുത്തിനെ മുടിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നെന്ന. ആ ഭാഗം നമുക്കറിയാം. ദാവീദിനെ പേടിച്ച് ഓടി കിദ്രോന്തോട് കൂടെ കടന്ന് ഒലിവുമലയൊക്കെ കയറി ദാവീദ് ഓടി യോർദാൻ കടവിൽ ചെന്നു. യോർദാനൊക്കെ അഗീമാസിന്റെ യോനാഥന്റെ ആലോചന യോർദാൻ കട കടന്ന് മഹനയീമിൽ ചെന്നു. അങ്ങനല്ലയോ വായിക്കുന്നേ? ഒന്ന് വായിച്ചേര്. ശൗമേലിന്റെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 27-28 വാക്യമാണ്. ദാവീദ് മഹനയീമിൽ എത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബായിൽ നിന്ന് നാഹാഷിന്റെ മകൻ ശോബി, ലോദേബാരിൽ നിന്ന് അമ്മിയേലിന്റെ മകൻ മാഖീർ, രോഗേലിമിൽ നിന്ന് ഗിലെയാദ് ബർസില്ലായി എന്നിവർ. വായിക്കുന്നത് ദാവീദ് മഹനയീമിൽ എത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബയിൽ നിന്ന് നാഹാഷിന്റെ മകൻ ശോബി, ലോദേബാരിൽ അമ്മിയേലിന്റെ മകൻ മാഖീർ, രോഗേലിമിൽ നിന്ന് ഗിലെയാദിനായ ബർസില്ലായി എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടുതലും ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലര്, അമരിക്ക, പയറ്, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവൻ പാൽക്കെട്ട് എന്നിവയും കൊണ്ടുവന്ന് ജനം മരുഭൂമിക്ക് വിശന്നും ദാഹിച്ചും ഇരിക്കുമല്ലോ എന്ന് പറഞ്ഞെന്ന. ഇങ്ങനെ ഭക്ഷണമൊക്കെ ഭക്ഷിച്ച് ബലപ്പെട്ട് എബ്രയീമിനത്തിലെ യുദ്ധമായി. വനത്തിലെ യുദ്ധമായതുകൊണ്ട് വാളിപ്പെട്ടതിലുമേറെ വനത്തിൽപ്പെട്ട് 20,000 പേരെ വാളിനും വെട്ടി. വനത്തിൽപ്പെട്ടതിലും ഏറെപ്പെട്ട് അങ്ങനെ വനത്തിലും വാളിലും ആള് ജനം പട്ടുപോയപ്പോൾ അബ്ശാലോം പേടിച്ച് കോവർക്കഴുതിക്ക് കോപ്പിട്ട് തിങ്ങി നിൽക്കുന്ന കരിവേലകത്തിന്റെ ഇടയിൽ കൂടെ കോവർക്കഴുതെ തെളിച്ചോടിച്ചു. ഇവന്റെ മുടി കരിവേലകത്തിൽ കുരുങ്ങി കീഴെയുള്ള കോവർക്കഴുത് ഓടിപ്പോയി ഇവനിങ്ങനെ തൂങ്ങിക്കിടക്കുക. അപ്പോൾ യോബാവിന്റെ പക്ഷക്കാരി കാഴ്ച കണ്ടിച്ച് യോബാവിനോട് വന്ന് പറഞ്ഞു, ആള് തൂങ്ങിക്കിടക്കാന്ന്. യോബാവ് പറഞ്ഞു, തട്ടിയേക്കാൻ മേലായിരുന്നു. അപ്പോൾ നമ്മൾ പെന്തിക്കോസുകാരല്ലയോ എന്ന് ചോദിച്ചു. ഞാൻ പെന്തിക്കോസാന്തേലും ചിലപ്പം തീർക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. നമ്മൾ ഭൂമിയായിട്ട് ഇങ്ങനെ അങ്ങ് പറ്റി പിടിച്ച് കിടക്കുക. ഭൂമിയായിട്ടുള്ള പറ്റുമാനം വിടുമ്പോഴാണ് നമുക്ക് ദിവ്യദർശനം. ഇനി വേറൊരു ചിന്ത നിങ്ങൾക്കറിയാം. ഈ സ്വർഗീയ ദർശനം നമ്മൾ ഈ ശരിക്കും സ്വർഗീയ ദർശനം പ്രാപിച്ചാൽ നമുക്ക് പിന്നെ ഭൂമിയിലുള്ളതിനോടൊന്നും വലിയ താല്പര്യം വരികയില്ല. നമ്മൾ ഈ ദർശനം കണ്ടു, വെളിപ്പാട് കണ്ടു, വ്യക്തമായി കണ്ടെന്നൊക്കെ ചുമ്മാ പറയാവുന്നതാ. ഞാനതൊന്നും കേട്ട് സ്തോത്രം ചെയ്യാറില്ല. ചെല്ലു പറഞ്ഞിട്ട് വ്യക്തമായി ചുമ്മാ അറിഞ്ഞ വ്യക്തമായി കണ്ടാ ഇങ്ങനെയാണോ ഇരിക്കുന്നത്? അയ്യോ, ചുമ്മാ എഴുന്നേറ്റ് എന്നങ്ങ് കീറുവാണോ അടിക്കുന്നത്? ശക്തമായി വ്യക്തമായി ശരിയായ ദിവ്യദർശനം കണ്ടാൽ നിനക്ക് പിന്നെ ഈ ഭൂമിയിലുള്ളതിനോടൊന്നും വലിയ താല്പര്യം വരികയില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണെന്നുണ്ട് പൗലോസ്. ഒരിക്കൽ പറഞ്ഞു, ഞാൻ സ്തോത്രം 14 കൊല്ലം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടോ ശരീരം കൂടാതെ ഞാൻ ഇതിന്റെ കർത്താവ് അറിയുന്നു. അപ്പൊ അവിടെ ചെന്ന് ഭാഷ കേട്ടു, സ്വർഗം കണ്ടു, സ്വർഗത്തിലെ കാര്യങ്ങളൊക്കെ പുള്ളി കണ്ടെന്ന. ഇനി വേറൊരു വ്യാഖ്യാനം വിവാദമാകുമെന്നാൽ അങ്ങ് പറയാം. ഈ പുതിയ നിയമ ആരാധനയുടെ ശരി ഓർഡർ തന്നേക്കുന്ന പൗലോസാണ്. വേറെ അപ്പോസ്തലന്മാർക്ക് ആർക്കും അത് ഓർഡർ കിട്ടിയില്ല. ഓർഡർ പൗലോസിന്. കാരണം പൗലോസ് സ്വർഗത്തിൽ ചെന്ന് ഇതുപോലുള്ളതെല്ലാം അവിടെ ഉണ്ടെന്നാ. അവിടെ ഉള്ളതിൻ്റെ ഒരു പകർപ്പായത്. വേറെ എൻ്റെ സബ്ജക്റ്റ് അല്ലതുകൊണ്ട് ആ ഭാഗത്തേക്ക് കയറുന്നില്ല. സ്വർഗത്തിലെ കാര്യങ്ങളെല്ലാം പൗലോസ് പോയി കണ്ടു. അതിൻ്റെ തനി പകർപ്പ് ഇങ്ങോട്ട് തന്ന കൊരിന്ത്യയിലെ ലേഖനത്തിൽ തന്നേക്കുന്നത്. സങ്കീർത്തനവും സാക്ഷ്യവും പ്രബോധനവും. നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വലിയ വ്യാജി വന്നപ്പോൾ ചോദിച്ചാൽ എവിടുന്ന് വരുന്നെന്ന്. ഞാൻ ഭൂമിയിലല്ല, അവിടെ ചെന്നപ്പോഴല്ലേ. എന്നാൽ സാക്ഷ്യത്തിന്റെ സമയം എടുത്തോളാൻ പറഞ്ഞു. ഉണ്ടോ? അപ്പൊ ഈ പൗലോസി എന്നതെല്ലാം കണ്ടുവച്ചതിന് അതെല്ലാം ഓർഡർ ഉചിതമായിട്ടും ക്രമമായിട്ടും, അങ്ങനെ ഉചിതമായിട്ടും ഡീസൻലി ആൻഡ് ഓർഡർലി എന്നാ. അങ്ങനല്ലയോ? ഒരു ഇംഗ്ലീഷും കൂടി ഇരിക്കട്ടെ. ഇപ്പം 2 ദിവസമായിട്ട് ഇങ്ങോട്ട് കൊണ്ട് നിൽക്കുന്നതല്ലേ? അങ്ങനല്ലേ?
അവിടെ ഡീസൻലി ആൻഡ് ഓർഡർലി എന്നാ. അപ്പൊ ഇതിന് ഓർഡർ തന്നത് പൗലോസാ. കാരണം പൗലോസാ ദൈവിക ദർശനം കണ്ടത്. വേറെ ശിഷ്യന്മാരാരും ഈ അനുഭവത്തിൽ വന്നില്ല. പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. എന്റെ വിഷയമല്ല, അവിടെ ചെന്നതെല്ലാം കണ്ടു. പുള്ളി അതെല്ലാം കൂടെ കണ്ടേച്ച് ഇങ്ങോട്ട് വന്നിട്ട് പുള്ളിക്ക് ഇവിടെ കണ്ടതിനോടൊന്നും താല്പര്യമില്ല. ഇവിടെ കണ്ണിന് കൗതുകം ഉണ്ടാക്കുന്ന ഒത്തിരി ഉണ്ട്. അത് കണ്ടതുകൊണ്ട് പുള്ളി ഈ താല്പര്യമില്ലാഴിക മാത്രമല്ല, പുള്ളി കൂടപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങളും അത് തന്നെ ചിന്തിച്ചോളാൻ. ക്രിസ്തു ഇരിക്കുന്ന ഇടമായ, എനിക്ക് പൗലോസിനോട് ബഹുമാനം, വളരെ ക്ലിയർ ആയിട്ടാണ് പുള്ളിയല്ല എഴുതിയേക്കുന്നത്. നിങ്ങൾ ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത്. അങ്ങനെ പറഞ്ഞ് ആ വാക്യം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ നമ്മുടെ തിയോളജിയന്മാർ പിന്നെയും കുരുക്കൊപ്പിച്ചേനം. ഉയരത്തിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ മൂലഭാഷ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ലാറ്റിൻ, ഗ്രീക്ക്, ഹീബ്രു അങ്ങനെ പറഞ്ഞ് അവന്മാർ പറയും കുമ്പനാടാന്ന് പറയും, അല്ലെ ന്ന് പറയും, ഇല്ല തിരുവല്ലാന്ന് പറയും, ഇല്ല മുളക്കൊടയാന്ന് ഒപ്പിച്ചു കൊണ്ടുവരും. പൗലോസിന് ഇത് അറിയാവുന്ന പൗലോസ് വളരെ ക്ലിയർ ആക്കി എടുത്തു പറയാ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. അടുത്ത വാക്യം, ഭൂമിയിലുള്ളതല്ല. എന്ത് ക്ലിയർ ആയിട്ടാന്നേ. നീ എത്ര കണഞ്ഞ് പരിശ്രമിച്ചാൽ ഇവിടുത്തെ കാര്യമല്ല, ഇത് അവിടുത്തെ കാര്യമാണ്. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖം ഒന്നുമില്ല, നിന്നെ കാണും ഓ പിന്നെ ദുഃഖമൊന്നുമില്ല, പരപരമേശ ഓ പരപരമേശ പരമരുൾ. അപ്പൊ ശ്രദ്ധിക്കുക. ഏതായാലും ഇന്ന് മൈക്ക് എനിക്ക് സുഖം തോന്നുന്നുണ്ട്. ഏത് ബ്രദറാന്നേലും ഒത്തു. ഇനിയും ഒന്നും പിടിച്ച് ഞരടരുതേ. അവിടെ ഒത്തിരി ഇങ്ങനെ ഇരിപ്പുണ്ട് ഞരടാന്. അപ്പൊ ശ്രദ്ധിക്കുക. പൗലോസ് അവിടെ ചെന്ന് അത് കണ്ടു. അത് കണ്ടേച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കണ്ട ഒന്നിനോടും താല്പര്യമില്ല. താല്പര്യമില്ലാതെ മാത്രമല്ല, കൂടപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങളും അത് തന്നെ ചിന്തിച്ചോളാൻ. നിങ്ങൾക്ക് എന്നേക്കാൾ നന്നായിട്ട് അറിയാം ആ ഭാഗമൊക്കെ. മരിക്കാറായി പൗലോസ്, മരിക്കാറായപ്പം മരണത്തിൻ്റെ പുള്ളിക്ക് ബോധ്യപ്പെട്ടു, മരിക്കാറായ സമയം. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് എൻ്റെ നിര്യാണകാലവും. ഒരു ചരിത്രം പറഞ്ഞത് പൗലോസ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ തന്നെ വാളുകൊണ്ട് വെട്ടിക്കൊന്നെന്നാ ചരിത്രം. കാരണം റോമാ പൗരനാ, എല്ലാവരെയും കൊല്ലും പോലെ കൊല്ലാനൊക്കത്തില്ല. വാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്ന സന്ദർഭത്തിൽ ഈ തന്നെ ഒരു ചരിത്രമാണ്. ഒരു പടയാളി എന്നും വന്ന് ഈ വാളിങ്ങനെ രാഗം തൻ്റെ മുൻപിൽ തന്നെ കേൾപ്പിച്ചുകൊണ്ട്, രാഗുന്ന ശബ്ദം, ഇതുകൊണ്ടാണ് വെട്ടിക്കൊല്ലുന്നത്. രാഗുന്ന ശബ്ദം പൗലോസ് അകത്ത് കടന്ന് കേട്ടപ്പെടാ എടുത്തെഴുതിയത് എൻ്റെ നിര്യാണകാലവും. മനസ്സിലായി? മരിക്കാറായി. നമ്മളായിരുന്നു എഴുതും, താഴെ വേറെയും കൂടെ എഴുതും. ഒരുത്തം മാള തേക്കുന്നുണ്ട്, അവനെ വെച്ച് നിങ്ങൾ സഭയായിട്ട് പ്രാർത്ഥിക്കണം, ദൈവം അവനെ സന്ദർശിക്കണം, അവന് സ്വസ്ഥത കൊടുക്കരുത്, ദൈവം അവൻ്റെ ഉള്ളത്തോട് ഇടപെട്ട് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി അവനെ ദണ്ണിപ്പിച്ച് ദൈവം അവനെ പറിച്ചു മാറ്റി. എന്തെല്ലാം പ്രയോഗമാണ് നമുക്ക്. പൗലോസൊന്നും പറഞ്ഞില്ല. എന്റെ നിര്യാണകാലം അടുത്ത്, പക്ഷെ ഞാൻ എൻ്റെ പ്രാണനെ ഞങ്ങൾ വലുതായിട്ടൊന്നും എണ്ണുന്നില്ല. ഡമസ്കസിന്റെ പടിക്ക് വെച്ച് ഓടാൻ ആരംഭിച്ചു. ഇടയ്ക്ക് പുള്ളി പറഞ്ഞു, ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. ഒടുവിൽ പുള്ളി പറഞ്ഞു, ഓട്ടം തികച്ചെന്ന്. എന്തോ പ്രയോഗങ്ങളാ. നിര്യാണകാലം അടുത്തു കഴിഞ്ഞപ്പോൾ താൻ വിശ്വാസത്തിൽ ജനിപ്പിച്ച നിജപുത്രനുണ്ട്, പലരുണ്ട്. അതിലെ ഒരാളാണ് തിമത്തിയോസുണ്ട്. പുള്ളി പോകാൻ നേരത്ത് പറഞ്ഞേച്ച് പോയത്, മോനെ തിമത്തിയോസേ, നീയും ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായി എന്നോടുകൂടെ. അതാ എന്തോ 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 അനുഭവം സാക്ഷ്യമാണ്. മരിക്കാനായ സമയത്ത് പുള്ളി, ഞാനെപ്പോഴും പറയും, ഇത്രയും കൊല്ലം പൗലോസ് കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്തിട്ട് ഭൗതികമായിട്ട് അങ്ങനെ വലിയ മെച്ചമൊന്നുമില്ല. ആകെ ഉണ്ടായിരുന്നത് എന്തൊക്കെയാ? ഒരു പുതപ്പും പുതപ്പും പുസ്തകങ്ങളും ചർമ്മ. അത് കയ്യിലില്ല, കർബോസിന്റെ വീട്ടിലാ. ശീതകാലം തുടങ്ങി പെന്തക്കോസ് അടുക്കുക, നീ വരുമ്പോ ഒന്ന് കൊണ്ടുവരണം. പൗലോസിനെ പറ്റിയൊക്കെ പറയുന്നത് കപ്പലൊക്കെ ഉണ്ടായിരുന്നെന്നാ. തർസോസുകാരനല്ലയോ,
കിലിക്കിയിലെ തർസോസുകാരൻ കപ്പലുടമസ്ഥന്റെ മോനാന്നും കപ്പലുമൊക്കെ ഉണ്ടായിരുന്നെന്ന. ഏതാണ്ട് ശരിയാകാനാ സാധ്യത. കാരണം കപ്പൽ യാത്രയെ പറ്റി നല്ല തിട്ടമാണ്. നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത്ര ആഴമുണ്ട്, അവിടെ ഇത്ര മാറ അകലമുണ്ട്, നമ്മൾ തിട്ട തട്ടി വീടും, അവിടെ ഈശാനമൂന്നുണ്ട്, ഇതൊക്കെ നല്ല തിട്ടമാണ്. അപ്പൊ ഈ ശുശ്രൂഷ ആരംഭിച്ചപ്പോഴൊക്കെ കപ്പലുണ്ട്. ഈ മാർഗത്തിൽ വന്നപ്പം ഒടുവിൽ ദീർഘവർഷങ്ങൾ മഹത്വമുള്ള വേല ചെയ്ത് തീരാറായപ്പോൾ ഒരു പുതപ്പേലാണ് നിർത്തിയത്. കപ്പലെ തുടങ്ങി ഉറക്കെ പറ, പുതപ്പേ നിർത്തി. നമ്മൾ പുതപ്പേലാ തുടങ്ങിയത്, ഇപ്പം കപ്പലായില്ല, ആയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും മതി വരുന്നില്ലല്ലോ. ആർത്തിയല്ലേ? പണ്ട് പൂന്താനം പാടി, അർത്ഥമെത്ര വളരെയുണ്ടാകിലും തൃപ്തിയാകാമനൂരു കാലം 10 കിട്ടെങ്കിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ലല്ലോ, പിന്നെ കിട്ടണമെന്നല്ലേ. സൈമൺ സാറ് കൊടുത്തിരിക്കുന്നത് ചങ്ങലകിലും ആശ ചങ്ങല ഭയങ്കരം ചങ്ങല തളപ്പിങ്കൽ നിൽക്കുമേകത്രബദ്ധനായ ചങ്ങല കൊണ്ട് ബന്ധിക്കൽ അളർക്കൻ പോൽ ആശകൾ തോറുമോട് നടക്കും നിലയെണ്ണി. അതിനാൽ ആയുഷിന്റെ നക്ഷത്രതയും പാപകൃതിയും വിഷയഭോഗങ്ങളാൽ ഒരു തൃപ്തി അവശുഷരവും പിന്നെ പാത്രവും തട്ടി ഉടഞ്ഞു പോകും. വാർത്തക്കെന്തെങ്കിലും ഈശജനനം ഭവിക്കാമെന്ന് ഓർത്തിരിക്കുന്നവർ മൃതരാകുന്ന യൗവനവനത്തിലെ കാന്താരമതിൽപ്പെട്ട് നവ്യമാ മുക്തിമാർഗം കളയുന്ന യുവാക്കന്മാർ. ചങ്ങലയിലും ആശച്ചങ്ങല, ചങ്ങല തന്നെ ഭയങ്കരം, അതിലും ഭയങ്കരം ആശച്ചങ്ങല. ആശ അകത്ത് കയറുക, അവിടെ വിവരിക്കുന്നില്ല. അതുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയൊക്കെ നമ്മൾ ഇടയ്ക്ക് പാടുമായിരുന്നു. ആശാപാശ ആകും കുറ്റികൾ മുറ്റുമായി. അപ്പൊ ആശയാകുന്ന പാശം എത്ര കിട്ടിയിട്ടും മതി വരുന്നില്ല. അപ്പൊ പൗലൂസ് ശുശ്രൂഷയൊക്കെ ആരംഭിച്ച ഒടുവിൽ നിർത്തിയത് പുതപ്പേല. വിശ്വാസത്തിൽ ജനിപ്പിച്ച നിജപുത്രനോട് പറഞ്ഞത്, നീയും എന്നോടുകൂടെ. അതാ എന്തോ നമ്മളായിരുന്നു പറയും, തിമോഥെയോസ് ഒരു കാര്യം പറയാം, ഞാൻ സുവിശേഷ വേല തുടങ്ങി ഇത്രയും വർഷമായി, ഇപ്പം എനിക്കൊരു പുതപ്പേ ഉള്ളൂ, അതെൻ്റെ കയ്യിലില്ല, കൊണ്ടുവരും. എനിക്കും അബദ്ധം പറ്റി, നിനക്കോ അത് പറ്റരുത്. ഒത്തിരി നല്ല ഓപ്പർച്യൂണിറ്റിയൊക്കെ എനിക്ക് വന്നതാണ്. അന്നേരം ഞാനിങ്ങനെ ആത്മാവിൽ നിറഞ്ഞങ്ങ് പോകുമായിരുന്നു. എനിക്കതൊന്നും ഉണ്ടാക്കാൻ ഉത്തരം ദയവ് ചെയ്ത് നിനക്കോ ആ ഗതി, നീ എങ്ങനെ ഒരു സാഹിബിനെ കമത്തി അടിച്ച് നിന്റെ കസ്റ്റഡി വെച്ചോണം. എങ്ങനെ തെഞ്ഞാലും കമ്മണ് വീണാൽ ആ പണം. ചില ഉപദേശിമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പിന്നെ എതിർക്കാൻ പോകത്തില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട്, അനീഷെ എപ്പോഴും ഒന്നും അവസരം കിട്ടുകയില്ല, കിട്ടുന്ന അവസരം എങ്ങനെയുണ്ട്. ഞാൻ അവരോട് പറയും, സ്തോത്രം, ദൈവം ആർക്കും കടക്കാരനല്ലല്ലോ. എൻ്റെ തുറന്ന് പറയാം, നമ്മളിതൊന്നും ഉദ്ദേശിച്ചല്ലല്ലോ ഈ മാർഗത്തിൽ വന്നത്. ഞാനിതൊന്നും ഉദ്ദേശിച്ച് വന്നതല്ല. രോഗശാന്തി കിട്ടി, സൗഖ്യം കിട്ടി, യേശു ദൈവമാണെന്ന് മനസ്സിലായി, പാപമോചനം കിട്ടി, സന്തോഷമായി. അയ്യോ, ഇതെല്ലാം ഇത് മുഴുവൻ നമ്മൾ അർഹിച്ചതല്ല. അതുകൊണ്ട് ഞാനിപ്പം തന്നെ അന്തം വിട്ട് നിൽക്കുക. അതെ, പണ്ട് രാജാവിൻ്റെ മോളെ കല്യാണം, നമ്മൾ കഥ പഠിച്ചതാ. രാജാവിൻ്റെ മോളെ കല്യാണം കഴിക്കണം. അപ്പം രാജാവ് പറഞ്ഞു, മോളെ കല്യാണം കഴിക്കാൻ പരസ്യം നടത്താം, ആർക്ക് വേണേലും കെട്ടാം. അയ്യോ, സുന്ദരന്മാരെല്ലാം വന്ന് നിൽക്കുക, കരുത്തന്മാരില്ല. പിന്നെ ഒരൊറ്റ കണ്ടീഷനാ, മുതലക്കുളത്തിലോട്ട് ചാടി മുതല ഇങ്ങനെ കിടക്കുക, ചക്കര കയറുന്നവന് പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കും. വന്നവനെല്ലാം പുറകോട്ട് വലിഞ്ഞു. അങ്ങനെ എല്ലാവരും പേടിച്ച് ഒരുത്തൻ ചാടി, അവൻ ചടിയുന്ന ചക്കര കയറി. രാജാവിൻ്റെ സന്തോഷം. ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ച് ഷെയ്ക്കാൻ്റെ കൊടുത്ത് അവന് മോളെ കെട്ടി. അവൻ പറഞ്ഞു, എനിക്ക് കെട്ടുന്നവരെ എന്നെ ഇതിനകത്ത് തള്ളിയിട്ടത് ആരാന്ന് എനിക്കറിയാം. എനിക്ക് പെണ്ണും വേണ്ട, പടക്കോഴിയും വേണ്ട, ഇതിനകത്ത് ആരാ എന്നെ. ഞാനിപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്നത്. സത്യം പറയാന്നേ, സ്തോത്രം. ഇതൊന്നും ചിന്തിച്ചതല്ല. അല്ല, ഞാനെൻ്റെ ഹൃദയം തുറന്ന് പറയുക. കാശുണ്ടാക്കാനായിരുന്നു ഇഷ്ടം പോലെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോഴും എൻ്റെ സാവകാശമുണ്ട്, അതല്ല വിഷയം. ഇവിടെ മിടുക്കനാകാം, അങ്ങ് ചെല്ലണം, അവിടെ ചെല്ലണം. ഇതെല്ലാം മേടിച്ചാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ലെങ്കിലോ. അവിടെ ഞാൻ ഇടയ്ക്ക് അത്രയും ഭാഗം വിടുക. സ്തോത്രം. അപ്പൊ പൗലോസേ വിശ്വാസത്തിൽ ജനിപ്പിച്ചവനോട് പറഞ്ഞു, നീ ഇതുപോലെ നോളാൻ പറഞ്ഞു. സ്തോത്രം. ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, അഭിലാഷങ്ങളെയൊക്കെ കീഴടക്കണം.
അതാ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. യേശുക്രിസ്തു ഈ പരീക്ഷകളെല്ലാം ജയിച്ചു. അപ്പൊ ശരിയായ ദിവ്യദർശനം പ്രാപിച്ചാൽ നമുക്ക് ഇവിടെ കാണുന്നതിനോട് വലിയ താല്പര്യം വരികയല്ല. പൗലോസ് യഹസ്കേല് ദിവ്യദർശനം കണ്ടു. കാണാൻ കാരണം ഭൂമിയിൽ നിന്ന് പറ്റുമാനം വിട്ടു. നമ്മൾ അത് കണ്ടാൽ ഇവിടെ കണ്ടതല്ല, ഇവിടെ നമ്മൾ പലതും വലുതായിട്ട് കാണുക, അതെല്ലാം ചെറുതായിട്ട് തോന്നും അത് കണ്ടാൽ. എന്നേക്കാൾ അനുഭവ സമ്പത്ത് നിങ്ങൾക്ക് ആ വിഷയത്തിലുണ്ട്. എനിക്കും ചെറിയ അനുഭവങ്ങളുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടുന്ന് നാട്ടിലോട്ട് പോകുമല്ലേ, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഫ്ലൈറ്റ് മൂവ് ചെയ്ത് റൺവേ കൂടി ഇങ്ങനെ ഓടുമ്പം വലിയ വലിയ ബിൽഡിംഗ് എല്ലാം കാണാം. അപ്പം നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പം ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ കാണാം. പക്ഷേ ഇങ്ങനെ റൺവേ കൂടെ ഓടി സ്പീഡ് കൂടി ഓടി ഇതിങ്ങനെ പറന്നങ്ങോട്ട് കയറും തോറും ഈ വലുതായി കണ്ടതല്ല അതാ ചെറുതായി കാണും. പിന്നെ അങ്ങ് കയറി കഴിയുമ്പോൾ പിന്നെ കാണുന്നേ ഇല്ല. അതാ ഈ ആത്മീക പടി. ദൈവത്തോട് അടുത്ത് കഴിയുമ്പോൾ, ദൈവവചനത്തോട് അടുത്ത് കഴിയുമ്പോൾ ആത്മീക വിഷയങ്ങൾ പ്രാപിക്കും തോറും ഇവിടെ വലുതായി കണ്ടതല്ല. പിന്നെ ഗതികേടോ ദുർഗതിയോ കൂടെ കടന്നാ ഓടുന്ന 40 കൊല്ലമായിട്ടും ഇതുവരെ മനസ്സിലായി കാണുമല്ലോ. കോസിനകത്തൊക്കെയാ, പക്ഷെ ഇപ്പോഴും സ്തോത്രം ഉള്ളത് അന്വേഷിക്കും. ആട്ടെ, നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പൊ യേശുക്രിസ്തു ഈ വിഷയത്തെ എല്ലാം ജയിച്ചു. വചനം കൊണ്ട് പിശാചിനെ ജയിച്ചു. അപ്പൊ പിശാച് മേപ്പോട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞതല്ല, എങ്കൽ പരമേൽപ്പിച്ച് ഒന്ന് ആരാധിച്ചാൽ മതി മുഴുവൻ. കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധനയ്ക്ക് യോഗ്യൻ ക്രിസ്തു, സ്തുതികൾക്ക് യോഗ്യൻ ക്രിസ്തു, പുകഴ്ചയ്ക്ക് മഹത്വത്തിന് യോഗ്യൻ ക്രിസ്തു. യേശു ക്രിസ്തുവിനെ മാത്രമേ ആരാധിക്കാവൂ. നമ്മുടെ സഹോദരങ്ങൾ അനേകരും നിൽക്കുന്നു. അവർക്ക് എങ്ങനെ ക്രമീകരണം? ഇവിടെ 2-3 കസാര കിടപ്പുണ്ട്. ആരിലുണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുവോ? വെളിയിലൊക്കെ നിൽക്കുന്ന ഒത്തിരി പേര്. സ്തോത്രകാഴ്ചയ്ക്ക് ഒരു പാട്ട് പാടുമ്പോൾ ഇനി വന്നാൽ മതി. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു ഈ വിഷയത്തെ എല്ലാം ജയിച്ചു. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തു. ഈ 3ാമത്തെ പരീക്ഷ ഈ മത്തായി സുവിശേഷത്തിലൊക്കെ വായിക്കുന്നത്, യെരൂശലേം ദേവാലയത്തിന്റെ ഗോപുരാഗ്രഹത്തിൽ കയറ്റി പിശാച്. ഗോപുരാഗ്രഹത്തിൽ കയറ്റി വെച്ച് യേശുവിനോട് പറഞ്ഞു, നീ താഴോട്ട് ചാടും. 91-ാം സങ്കീർത്തനം വാക്യവും കൂടെ പിശാചിന് വാക്യം പറയാം കേട്ടോ, നന്നായിട്ട് പറയും. അവൻ പറഞ്ഞു, അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ കാല് കല്ല് തട്ടി പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ. പിശാച് പറഞ്ഞതിന്റെ ആശയം, മേളിൽ കയറ്റി വെച്ചാ എടുത്ത് ചാട്, ദൂതൻ നിന്നെ താങ്ങുമെന്ന്. നമ്മളായിരുന്നെ ഗ്ലോറി എന്ന് പറഞ്ഞ് ഈ ആടിയാനും. കാരണം വാക്യം റെഫറൻസ് തന്നേക്കുന്നത്. പണ്ട് ഇടുക്കിയിലെ വാഴത്തോപ്പിൽ ഒരു അച്ചാനുണ്ടെന്ന്, പറമുണ്ടല്ല അച്ചാൻ, പറമുണ്ട ഒരു ഇച്ചിരി ഇളക്കം ഉള്ള, എല്ലാവർക്കും ഉണ്ടല്ലോ. പിന്നെ എല്ലാവർക്കും ഉണ്ട്. തെളിവ്. ചില സഹോദരിമാര് പിള്ളേര് ശുണ്ടി ഉണ്ടാക്കാൻ പറ്റില്ല, കൊച്ചെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഭ്രാന്ത്. വചനത്തിലും ഉണ്ടല്ലോ സകല മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഭ്രാന്തുണ്ടെന്ന എല്ലാത്തിനും. പിന്നെ നമുക്കിപ്പോൾ ഇച്ചിരി കൺട്രോൾ ദൈവം തന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. പുള്ളിക്ക് ഇച്ചിരി ഇളകി. അപ്പോൾ ഒരു ദിവസം രാവിലെ ഈ മുറ്റത്തൊരു വലിയ വരിക്കപ്ലാവുണ്ട്. ചാടി വരിക്കപ്ലാവിൻ്റെ ആദ്യത്തെ കവട്ടെ കയറിയിരുന്നു. വലിയ പെടുകുടി, അതാണ് ഇടുക്കിയല്ലയോ. പ്ലാവ് കയറുന്ന വെച്ച് പറഞ്ഞു, ഭാര്യയെ വിളിച്ചു ചോദിച്ചു, റോസമ്മയെ ഞാൻ ചാടും, ദൂതൻ എന്നെ താങ്ങുമെന്ന്. കുഴഞ്ഞു. വലിയ പെടുകുടിയാ, ഞാനിപ്പോൾ താഴോട്ട് ചാടും, ദൂതൻ എന്നെ. റോസമ്മ പറഞ്ഞു, ചാടി തരാം. വിശ്വാസമില്ലാത്ത വിഡ്ഢി പ്ലാവിലിരുന്ന് പറയുക. വായിച്ചിട്ടിലോടി 91-ാം സങ്കീർത്തനം, അവൻ നിന്നെക്കുറിച്ച് തൻ്റെ കൊച്ചൻ പറഞ്ഞ ചാടരുത്, എഴുതി തരാം, ദയവ് ചെയ്ത്. അവിശ്വാസി പ്ലാവിലിരുന്ന് പറയുക. പിന്നെ പുള്ളി അവിടെ ഇരുന്നൊരു പാട്ട് വെക്കാം. പാട്ട് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് കേട്ടോ. നിമിഷകവിയാ. അവിടെ നിന്ന് പാട്ട് എഴുതി, പറമുണ്ടയാണ്, വെടിയുണ്ടയാണ്, വെടിയുണ്ട ഞാനൊരു തീയുണ്ടയാണ്. അവിടെ നിന്ന് പാടിയിട്ട് എടുത്തൊരു ആട്ടം. കാലും കൈ ഒടിഞ്ഞ് ബാക്കിയൊന്നും പറഞ്ഞില്ല. പൈനാവ് ആശുപത്രി കിടന്നു. മനസ്സിലായോ? വചനത്തിന് ശക്തിയിലാഞ്ഞിട്ടല്ല, നമ്മുടെ ഇഷ്ടത്തിന് ഇതെടുത്ത് വളച്ചൊടിക്കരുത്. നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും നിന്റെ ഇംഗിതത്തിനും നിന്റെ അഭിപ്രായങ്ങൾക്കും നിന്റെ ഇച്ഛകൾക്ക് തിരുവചനം കോട്ടി മാറ്റി ഒടിച്ചാൽ ദൈവം നിന്നെ അടിക്കും. അടിക്കും. സ്തോത്രം. ഏതായാലും എടുത്ത് ചാടി. അപ്പൊ ഈ പിശാച് അങ്ങനെ പറഞ്ഞേ, എടുത്ത് ചാടിക്കോ, ദൂതൻ നിന്നെ താങ്ങും. യേശു പറഞ്ഞു, ദൂതൻ താങ്ങും. കാരണം അശൂർപാളയത്തിൽ വന്ന് താങ്ങിയല്ലോ, ദാനിയേലിന് വേണ്ടി ഇറങ്ങിയല്ലോ.
പിന്നീടാണെങ്കിലും പത്രോസിനെ രക്ഷിക്കാനും ദൂതൻ വന്നല്ലോ. സ്തോത്രം. ദൂതൻ താങ്ങും, ദൂതൻ വരും. ആവർത്തനത്തിലും പുറപ്പാടിലും ഉണ്ടല്ലോ, ഞാൻ നിനക്ക് മുമ്പേ ദൂതനൊക്കെ താങ്ങും. പിശാച് പറഞ്ഞു, അതുകൊണ്ട് അവൻ എടുത്തിയാട്. കർത്താവ് പറഞ്ഞു, ദൂതൻ താങ്ങും, പെങ്ങളുടെ പിള്ളേർ അനന്തരവന്മാരാ. അപ്പോൾ ദാവീദും ആൾക്കാരോട് അകക്കത്തിരിക്കുമ്പോൾ ശൗലും ആൾക്കാരുടെ കാൽമടക്കത്തിന് കയറി വന്നപ്പോൾ ദാവീദിന്റെ കൂടെയുള്ള പെങ്ങളുടെ പിള്ളേര് പറഞ്ഞിട്ട്, ദാവീദേ, നിന്റെ വൈരി ശത്രുവ് നിന്നെ ചതിച്ചു വഞ്ചിച്ചു കുന്തം കൊണ്ട് ചുവരോട് ചേർത്ത് കുത്തി തകർക്കുവാൻ പദ്ധതിയിട്ട നിന്റെ വൈരി ശത്രുവാകുന്ന ശൗലിനെ ദൈവം കൊണ്ടുവരിക, കയറി വെട്ടാൻ പറഞ്ഞു. ദൈവം കൊണ്ടുവരിക, കയറി വെട്ടാൻ. ദൂത് പറയും പോലെ പറഞ്ഞു. നമ്മൾ അറിഞ്ഞ പറയും കറക്റ്റ് ദൂത. ഇതുപോലെ ആരും ഒരു കൊടച്ചിലും ദൂത് പറയാൻ പോലെ പറഞ്ഞു, നിന്റെ വൈരിയെ ദൈവം കൊണ്ടുവരിക, കയറി വെട്ടാൻ പറഞ്ഞു. ഇതുപോലെ ഒരു അവസരം ഇനി കിട്ടുകയില്ല. ദാവീദ് പറഞ്ഞു, തൊട്ടു പോകരുത്, അവനെ അഭിഷിക്കുന്നതിന് തുടരുത്. പിന്നെ ദാവീദ് ഈ ശൗലിന്റെ വസ്ത്രത്തിന്റെ അഗ്രം അല്പം മുറിച്ചെടുത്തു. വൈരാഗ്യത്തിനല്ല, തെളിവിന്. വൈരാഗ്യത്തിനല്ല, തെളിവിന് ഒരല്പം മുറിച്ചെടുത്ത്. എന്തിനാന്ന് വെച്ചാൽ നാളെ ഒരു അവസരത്തിൽ ഇവനെ കൈ കിട്ടുമ്പോൾ, എടാ നിന്നെ എൻ്റെ പണ്ട് കിട്ടിയതാ, ഞാൻ ദൈവവൈതലായതുകൊണ്ടാണ് ഒന്നും ചെയ്യാഞ്ഞത്, അന്ന് മുറിച്ചെടുത്താൻ തെളിവ് കാണിക്കാൻ. വസ്ത്രത്തിന്റെ അഗ്രം. നമ്മളാന്നെ സെന്റർ നോക്കി മുറിച്ചാനും. പിറ്റേന്ന് ശൗല് പിറ്റേന്ന് ഇടുമ്പോൾ ഇത്രയും പട്ടാ നമ്മൾ പറയും, എന്നോട് കളിച്ചാൽ വസ്ത്രാഗ്രം. അടുത്തൊരു വാക്യം ഇവിടെ കിടപ്പുണ്ട്, അതാ കുളച്ച്. ഇത് മുറിച്ചെടുത്തിട്ട് തന്നെ ദാവീദിന്റെ മനസാക്ഷി കുത്തി തുടങ്ങി. ഓ, എന്തോ മനസാക്ഷിയാ. നാട്ടിലൊക്കെ ഞാൻ പറയാം, നമ്മൾ ചീമാട്ടി മൂട്ടിച്ചാൽ പോലൊരു കുത്തല്. ഓ, ബണ്ടിൽ കണക്കിന് തുണി മൂട്ടിച്ചാലും. പേരും പ്രശസ്തി ഒന്നും ഉണ്ടായില്ലെങ്കിലും നല്ലൊരു ഹൃദയം വേണം. ദൈവം ഹൃദയമാണ് നോക്കുന്നത്. പൂർണ്ണഹൃദയ സേവ വേണം ദേവജാതന്, പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ. പൂർണ്ണഹൃദയ സേവ വേണം ദേവജാതന്, പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ. ആദി മനസ്സോടെ കിടുന്ന ദേവപൂജയെ പരൻ സ്വീകരിച്ചിടാ ഫലമാശിസായി വരാ. ആദി മനസ്സോടെ കിടുന്ന ദേവപൂജയെ പരൻ സ്വീകരിച്ചിടാ ഫലമാശിസായി വരാ. പൂർണ്ണ ഹൃദയ സേവ വേണം ദേവജാതന്, പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ. നല്ല ഒരു ഹൃദയം. അതെ, ദാവീദ് എടുത്തിയാടി ഒന്നും ചെയ്ത്, ദൈവമക്കൾ എടുത്തിയാടി ചെയ്യരുത്. ദൈവത്തിന്റെ ഹിതത്തിന് കാത്തിരിക്കണം. യേശുക്രിസ്തു അതുകൊണ്ടാണ് പറഞ്ഞത്, പിശാച് പറഞ്ഞ് എടുത്തിയാട്, ദൂതൻ താങ്ങും. സ്തോത്രം. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും കൂടി ഈ പരീക്ഷകളെല്ലാം യേശു ജയിച്ചു. അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതത്തിൽ വിവിധ പരീക്ഷകൾ എനിക്ക് നിങ്ങൾക്ക് എതിരെ വരും. നിരാശപ്പെട്ടു പോകരുത്. ജയിക്കാൻ ദൈവം കൃപ തരും. ഈ വിവിധ പരീക്ഷകൾ വരുമ്പോൾ സഹോദരിമാരെ പറ്റി തിരുവചനം പഠിപ്പിക്കുന്നത് ബലഹീന പാത്രമെന്നാണല്ലോ. ചിലർ സമ്മതിക്കുകയല്ല, എന്നാലും വേദോസത്തിൽ അങ്ങനെ ഇല്ലയോ, അംഗീകരിക്കല്ല, അതല്ലേ. അപ്പൊ അതുകൊണ്ട് കഷ്ടതകളും പ്രയാസവും ശോധനയും പ്രതികൂലവും പലവിധ ഞെരുക്കങ്ങളൊക്കെ വരുമ്പോൾ ചില സഹോദരിമാര് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ പാസ്റ്ററെ, എന്നെപ്പോലെ ശോധനയിൽ കൂടി കടന്നുപോയവരും കഷ്ടം സഹിച്ചവർ ലോകത്തിൽ സഭയിൽ എത്ര പേരുണ്ടെന്ന് പോലും അറിയാൻ മേല. പിന്നെ ആ ലോകത്തിൽ ചുമ്മാ അങ്ങ് ഗിർവാണം അടിക്കുന്നതാ. ചില സഹോദരിമാർ പറഞ്ഞു കേട്ടുണ്ട്, എൻ്റെ പാസ്റ്ററെ, ഞാനായത് കൊണ്ടാ ഇതെല്ലാം സഹിച്ചിങ്ങനെ, വേറൊരു പെണ്ണുങ്ങളാന്നേലും. നമ്മുടെ തിരുവിതാംകൂറിലെ സഹോദരിമാരാ മൂച്ചു കൂടും. സാമർഥ്യമുള്ള ചില സഹോദരിമാർ പറയുന്നത് കേട്ടുണ്ട്, എൻ്റെ പൊന്ന് പാസ്റ്ററെ, ഞാനായതുകൊണ്ടാ ഇതെല്ലാം സഹിച്ച് ഇങ്ങേരുടെ കൂടെ. ഈ പൊന്നുമോൻ ആരാന്നറിയാം, ഇപ്പം പമ്മിയിരിക്കുന്നെങ്കിലും ഞാൻ ഒരാളായതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ച്. എന്നാലും ഈ ചള്ളും പള്ളും എല്ലാം കേട്ടാലും വണ്ടിയുടെ പുറകെ വെച്ച് ഉരുട്ടിയിടാതെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ നമ്മൾ.
നമ്മളെ വണ്ടിയുടെ പുറകിരുന്ന് ഇയാൾ പറഞ്ഞാലും കയറിയിരിക്കടി, വളവുണ്ട്, മുറുകെ പിടിച്ചോണം, വീശി എടുക്കും, വളവുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചള്ളും പള്ളം പറഞ്ഞാലും നമ്മൾ ഇവിടെ കൊണ്ടുവരിക. ഇനി തിരിച്ച് വീട്ടിൽ കൊണ്ട് ഒരു സ്തോത്രം പറ. നിങ്ങളല്ല, നിങ്ങൾക്ക് പിന്നെ തരാം ഇവര്. ആക്ഷേപങ്ങളൊക്കെ കേട്ടാൽ നമ്മൾ എന്ത് മാന്യമായിട്ട് അവരോട് സ്തോത്രം. ഇനി സഹോദരിമാരോട് പറയാം. അവർ പറയാം, ഞാനായതുകൊണ്ടാണ് സഹിച്ച്. ഇങ്ങേരുടെ കൂടെ ഞാൻ ബഹുമാനത്തോടെ നിങ്ങളോട് പറയാം, ഇതെല്ലാം സഹിപ്പാനും വഹിപ്പാനുമുള്ള കഴിവും തന്മയത്വവും ദൈവകൃപയും പക്വതയും പരിജ്ഞാനവും അഭിഷേകവും ആ പക്വതയും കൃപകളും നിനക്കൊണ്ടെന്ന് ദൈവത്തിന് നിന്നെപ്പറ്റി നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഇതിനെ നിന്റെ തന്നെ കൊണ്ട് തന്നത്. കുഞ്ഞമ്മയുടെ കയ്യിലാന്ന് ഞെക്കി കൊന്നേനെ. നീ കൊല്ലാതെ ഇത്രയും നാളും കൊണ്ട് നടന്നല്ലോ. ഇനി നിങ്ങളൊരു സ്തോത്രം പറ. ഇപ്പം പ്രശ്നം തീർന്നല്ലോ. കാരണം ഇത് പരിഹരിച്ചു വേണ്ടേ പോകാൻ. സ്തോത്രം. നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയല്ല. നമുക്കറിവുള്ള വാക്യം ഒന്ന് വായിച്ച കൊരിന്ത്യർ 1:13 അറിവുള്ള വാക്യം വായിച്ചു. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. ഞാൻ നിങ്ങളെ സേവിക്കുന്ന കർത്താവ് വിശ്വസ്തനാ. ഇവിടെ എല്ലാവരും ഒന്നും വിശ്വസ്തനല്ല, പണങ്ങരുത്. എല്ലാവരും വിശ്വസ്തനല്ല. ഭാര്യ വിശ്വസ്തതയല്ല, ഭർത്താവ് വിശ്വസ്തനല്ല. എല്ലാവരും. ഞാൻ കുടുംബകലകം ഉണ്ടാക്കാൻ വന്നതല്ല. എല്ലാവരും ഒന്നും വിശ്വസ്തനല്ല. അച്ഛാ എന്ന് പറഞ്ഞ് ഇപ്പം അമ്മ അടക്കുന്നത് ജോലിയും ആരോഗ്യവും സാലറിയും വീടും ചുറ്റുപാടും പേരിക്കുട്ടി ആധാരം ഒക്കെ ഉള്ളത് കൊണ്ടാ അച്ഛാ എന്നും പറഞ്ഞ് പമ്മി ഒരു ക്ഷീണവും പ്രയാസവും ഒരു പരുവക്കേടാകട്ടെ. ഞാൻ പിന്നെ അന്ന് പറയാം. നിങ്ങൾ നിരാശപ്പെടണ്ട. മോളി എന്നും പറഞ്ഞ് പമ്മി വരുന്നത് ആരോഗ്യവും ശക്തിയും ബലവും ഭക്ഷണമൊക്കെ ക്രമത്തിൽ കൊടുക്കുകയും വസ്ത്രം കഴുകി കൊടുക്കുകയും തൂത്തും തുടച്ചും നല്ല ക്രമത്തിൽ നടത്തോണ്ടാണ് മോളി എന്നും പറഞ്ഞ് പമ്മി വരുന്നത്. നിങ്ങൾ രോഗിയായിട്ടൊന്ന് കിടന്നേ, പുള്ളി ഹോട്ടലിലും പോകും, നിങ്ങളെ കട്ടിലേലും കിടക്കും. മനുഷ്യ പ്രകൃതി അതാ, കുറ്റം പറഞ്ഞതല്ല. ഒരു വീട്ടിൽ ഞാനിരിക്കുമ്പോൾ അച്ചായം വിളിച്ചു, ശോശാമ്പോ എന്ന് വിളിച്ച് അകത്തോട്ടോ. അകത്തിൽ നിന്ന് അമ്മയും മക്കളും അകത്താ. അവിടെ ഞാനും ഇരിക്കും, ആ തൊഴിലൊന്നുമില്ലെന്ന്. ഉണ്ടോ? ഞാനുണ്ടെന്ന് പോലും അറിഞ്ഞില്ല. മനുഷ്യപ്രകൃതിയാ. ഇവിടെ ആരും വിശ്വസ്തരല്ല. പിള്ളേരെല്ലാം പഠിപ്പിച്ച് മിടുക്കരാക്കി കൊണ്ടുവരിക. ലണ്ടനിലും കാനഡയിലും അവിടെയും ഒക്കെ പോയി കഴിഞ്ഞാൽ അവസാനം നാട്ടിലൊക്കെ ഉണ്ട്, അപ്പനും അമ്മയും 2 പട്ടിയും കാണും. പിള്ളേരല്ല മിക്കടത്തും അങ്ങനെ. പിന്നെ ചില ഉപദേശിമാരാ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്. മക്കൾ വിളിച്ച് പറയാം, അവരെ ചോത്രാഴ്ചയൊക്കെ വല്ലപ്പോഴും. അല്ല, ഉദ്ദേശിച്ചോടുള്ള സ്നേഹം കൊണ്ടല്ല, അമ്മയെ നോക്കുന്നതുകൊണ്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ചത്ത് കഴിയുമ്പോൾ ഉപദേശി കാണും, കണ്ണടയ്ക്കാനും താടി കൂട്ടി കെട്ടാനും മോർച്ചറി കൊണ്ട്. പിന്നെ ചത്ത് കഴിയുമ്പോൾ പിള്ളേരെല്ലാം വരും, അപ്പച്ചൻ്റെ അമ്മച്ചൻ്റെയും ഫോട്ടോ. ചാച്ചൻ നിത്യതയിൽ. എടാ, ജീവിച്ചിരിക്കുമ്പോൾ വെള്ളം കൊടുക്കണം, ജീവിച്ചിരിക്കുമ്പോൾ അപ്പനെ അമ്മയെ ശുശ്രൂഷിക്കണം. അല്ല, ചത്ത് കഴിയുമ്പോൾ ബ്യൂട്ടി പാർലറിൽ കയറുന്ന ഒരുങ്ങി കെട്ടി 5 തരം വീഡിയോക്കാരെയും വെച്ച് 4 തരം ഫോട്ടോയും മേടിച്ച് ഓവർ സ്ത്രീയെ സൂപ്പറിൻ്റെയും വിളിച്ച് നടക്കുന്നതല്ല അന്തസ്. ജീവിച്ചിരിക്കുമ്പോൾ അപ്പനെ അമ്മയെ ശുശ്രൂഷിക്കണം. കാശിച്ചിരി കുറച്ചല്ലേ കിട്ടുള്ളൂ. ഭാര്യ അങ്ങോട്ട് പറഞ്ഞു വിടണം. എന്നാ നടക്കും വല്ലോ? നടക്കും. നീ നടന്ന് വേണേ പോവും. കാശിച്ചിരി കുറച്ച് കിട്ടുമെന്നല്ലേ ഉള്ളു. മതി. ആത്മീക പ്രാഗൽഭ്യം നഷ്ടപ്പെടുത്തരുത്. പ്രായമുള്ള അപ്പനെയമ്മയും ബഹുമാനിക്കണം, അപ്പനെയമ്മയെ ആദരിക്കണം. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാൻ അപ്പനെയമ്മയെ ആദരിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടോ കൈയടിച്ചത് കൊണ്ടോ ഒന്നും സ്വർഗത്തിൽ പോകുകയല്ല. തിരുവചനം അങ്ങനെ പഠിപ്പിക്കും. നിനക്ക് നന്മയുണ്ടാകുവാൻ നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇപ്പം നിന്റെ അപ്പനെ അമ്മയും പ്രമാണം അങ്ങനെ. സ്തോത്രം. അത് ചെയ്തേ നോക്കുള്ളൂ. മാതാപിതാക്കളെ ബഹുമാനിക്കണം, അപ്പനെ അമ്മയെ ആദരിക്കണം. നിന്റെ അപ്പന്റെ അമ്മയുടെ കണ്ണുനീര് വീട്ടിൽ വീണാൽ ആയുസ്സിൽ രക്ഷപ്പെടുകയല്ല. അല്ല, പ്രവാചകനെ ഇരുത്തി പ്രാർത്ഥിപ്പിച്ചാലൊന്നും ഗുണമാകുകയല്ല. ഇടപെടണേ. പുള്ളി അടക്കണം. നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ പുള്ളി തുറക്കുമ്പോൾ നമ്മൾ അടയ്ക്കും കേട്ടോ. മാതാപിതാക്കളെ ബഹുമാനിക്കണം, ആദരിക്കണം. 10 മാസം നൊന്ത് വേദനയോട് പ്രസവിച്ച അമ്മ കരയരുത്. ദൈവസന്നിധിയിൽ അവർ കരയട്ടെ, അല്ലാതെ കരയിപ്പിക്കരുത്. അവരുടെ കണ്ണുനീര് നിന്റെ വീട്ടിൽ വീണാൽ നിനക്ക് നിന്റെ സന്തതിക്ക് ആയുസ് രക്ഷപ്പെടുകയല്ല. 100 കേസ് തരാം.
അപ്പനെ അമ്മ അന്വേഷിക്കാത്ത വെള്ളം കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെട്ടോണം. ഇന്ന് രാത്രി തന്നെ ഫോൺ വിളിക്കണം. കാശില്ലെങ്കിൽ എന്നോട് പറ, നമ്മുടെ അതിനകത്ത് കാശില്ലേ? ആ ഉണ്ട്, ഞാൻ തരാം. അല്ല, ഇവിടെ ഇങ്ങനെ വെച്ചാലൊന്നും ഒരു പടല് വെട്ടാന്നല്ലാതെ യാതൊരു കാര്യമില്ല കേട്ടോ. ആട്ടെ, സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ നിന്ന് പറയുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നും ദൈവം തരികയല്ല. ഒന്ന് വായിച്ച അടുത്ത വാക്യം. ദൈവം വിശ്വസ്തൻ. ഇവിടെ ആരും വിശ്വസ്തരല്ല, ദൈവമാ വിശ്വസ്തൻ. മക്കള് വിശ്വസ്തരല്ല, മാതാപിതാക്കൾ എല്ലാവരും വിശ്വസ്തരല്ല. ഞാൻ എന്നെയും കൂടെ പ്രതിക്കൂട്ടിലോട്ട് കയറ്റുക. എന്നെയും കൂടെ ഉപദേശിമാരെല്ലാരും വിശ്വസ്തരല്ല. അമ്മാമേ സ്തോത്രം, അച്ചായ പ്രീസ്തലോട് എന്നൊക്കെ പറഞ്ഞ കാശും പുത്തനും ദശാംശവും ഒക്കെ കൃത്യത്തിന് കൊടുക്കുന്നത് കൊണ്ടാണ്. അതൊക്കെ കൊടുക്കാതെയും എടുക്കാതെയും ഒക്കെ ഇരിക്കുമ്പോൾ തനിനിറ പറയാം. നല്ല സങ്കീർത്തനമൊക്കെ എടുക്കുമ്പോൾ നല്ല ഗോള് കൊള്ളിച്ച് പ്രസംഗിക്കും, നിന്നെ ഉന്നം വെച്ച്. ഇത് കൊടുക്കാതിരുന്ന കുത്തുവാക്യവും എല്ലാം കൂടെ വെച്ച് നല്ല പെരുക്കങ്ങ് പെരുക്കും. ഇത് കൊടുക്കുകയാണെങ്കിൽ പ്രൈസ്തല്ലോ. ഇവിടെ ആരും വിശ്വസ്തരല്ലെന്നായി പറഞ്ഞത്. ഇനി ദൈവദാസന്മാർ ഭാരപ്പെടരുത്. ചില വിശ്വാസികൾ വരെ പാസ്റ്ററെ എന്ന് പോലും വിളിക്കാം. പാഷേ ഈ പാഷേ എന്ന് പറയുന്ന കോഴിക്കും പട്ടിക്കും പൂച്ചയ്ക്കും വീടിനും പെമ്പിളയ്ക്കും ഭർത്താവിൻ്റെ എല്ലാം മുറയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. പാഷേ എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പനോട് പറഞ്ഞ് പാസ്റ്റർ ടോണിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു അവനെ വിളിച്ചപ്പോൾ ഒരു പന്നപ്പാട്ടി. ഞാൻ പറഞ്ഞു നിന്റെ മാപ്പിളയോട് പറയാൻ പറഞ്ഞു. നിന്റെ പന്നപ്പാട്ടിക്ക് കൂറപ്പട്ടിക്ക് പ്രാർത്ഥിക്കാൻ നടക്കുന്ന ആളാണ് ഞാൻ, ഓടിയെന്ന് പറഞ്ഞു. അവനവിടെ ഇരിപ്പുണ്ട്, അവനോട് പറയാൻ പറഞ്ഞു. ഇവിടെ കൂട്ടവിശ്വാസിക്ക് തന്നെ പ്രാർത്ഥിക്കാൻ നേരമില്ലാതിരിക്കുക. പട്ടിയെ വളർത്തുന്ന ഒത്തിരി വിശുദ്ധന്മാരുണ്ട് കേട്ടോ. മിക്കാറും നീ പട്ടി കടിച്ച് തന്നെ പോകാനാ സാധ്യത എന്നാ എനിക്ക്. പട്ടിക്ക് പ്രത്യേക ബിസ്ക്കറ്റ്, പട്ടിക്ക് പ്രത്യേക സോപ്പ്, പിന്നെ ഷാമ്പു. എടാ നീ സുവിശേഷ വിലയ്ക്ക് എന്തെങ്കിലും കൊടുക്കുക, എനിക്ക് തരണ്ട. ഉള്ളവർക്ക് എത്രയോ പേര്. ദൈവമക്കൾ ആർഭാടം കുറയ്ക്കണം കേട്ടോ. പെന്തിക്കോസ്കാരുടെ കല്യാണത്തിനൊക്കെ ചെന്നേ എന്തുവാ സ്വർഗത്തിൽ പാൻറ്റിരിക്കുക എല്ലാം കൂടെ. തീന്മേശ നമുക്ക് നമ്മുടെ ഒരു കീഴ്വഴക്കം കൊണ്ട് വിളിക്കുന്നവർക്ക് മാന്യമായിട്ടൊരു ഭക്ഷണം കൊടുക്കണം. അതൊക്കെ ഒരു കീഴ്വഴക്കം നല്ലതാ. തിരുവചനത്തിലൊക്കെ ഉണ്ടല്ലോ. അതിര് കടന്നു പോകുന്നു. എന്തുവാ ഇത്? 8 കസേര ഉള്ളിടത്ത് ചിലപ്പോൾ 4 പേരായിരിക്കും ഇരിക്കുന്നത്. ബാക്കി മുഴുവൻ വേസ്റ്റ്. എത്രയോ പേര് ഭക്ഷണമില്ലാണ് ഞരങ്ങുന്നെന്ന് ഓർക്കണം. ഇതിനൊക്കെ കണക്ക് കൊടുക്കണം. ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാവുള്ളൂ. ഭക്ഷണം കഴിക്കാതൊക്കത്തില്ല. എന്തും വേണ്ട ദൂർത്തടിക്കുന്നത്. ഓരോരുത്തർ പത്രാസ് കാണിക്കല്ലേ. കമ്മലും മാല ഇടുന്നില്ലെന്നേ ഉള്ളൂ. ഉടുക്കുന്ന സാരി 65,000-ൻ്റെയും. ആട്ടെ, ഞാൻ ഹൃദയം വേദനിക്കുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ പറയാനത്. സ്തോത്രം. വളരെ സൂക്ഷ്മതയോടെ ജീവിച്ചോണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നും ദൈവം തരികയില്ല. അവിടെ വായിക്കുന്നത് മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. അടുത്തത് നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴി ഉണ്ടാക്കും. ഇന്ന് രാത്രി വിവിധ വിഷയങ്ങളിൽ ഞരങ്ങി ഭാരപ്പെട്ടവന്ന നിന്നോട് ദൂരെ പറയുക, ദൈവം നിനക്ക് പോക്കുവഴി ഉണ്ടാക്കും. ഞരക്കത്തോടെ വന്ന ദൈവവൈതലേ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വചനത്തെ കൂടെ പറയുക, നിനക്ക് ദൈവം പോക്ക് വഴി ഒരുക്കാൻ പോകുക. ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന വരകടമേൽ ദൈവം ഒരു നേക്കുപോക്ക് നൽകും. നമ്മുടെ ദൈവം നമുക്ക് ഉദ്ധാരണം കണ്ട ദൈവമാണ്. നിരാശപ്പെട്ടു പോകരുത്, പതറരുത്, ഭാരപ്പെടരുത്. ഈ ദൈവം എന്ന് വന്നേക്കും നമ്മുടെ ദൈവമാ. അവൻ ജീവപര്യന്തം നിന്നെ നടത്തും. നിന്റെ പ്രശ്നങ്ങൾക്ക് ഇന്ന് രാത്രി ദൈവം വഴിവെട്ട് തുറക്കും. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ഇന്ന് രാത്രി അവൻ നിനക്ക് പോക്ക് വഴി ഉണ്ടാക്കും. അതുകൊണ്ട് വിവിധ പരീക്ഷകൾ വരുമ്പോൾ ഞാനങ്ങരുത്. ഈ മൂത്താമ്പാക്കല് ഉപദേശിക്ക് അനുഭവം ഉണ്ടായത് നമുക്കറിയാം. തൻ്റെ മകൻ മരിച്ചു. ഷൗമേലൂട്ടി മൂത്ത മകന്. അന്നേരം
മരിച്ച സന്ദർഭത്തിലാണ് പുള്ളി പാട്ടെഴുതിയത്. സ്തോത്രം. നമുക്കറിയുള്ള പാട്ടാ, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവന്റെ തന്നാൽ, ദുഃഖത്തിന്റെ പാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ, ഓ സന്തോഷത്തോടത് വാങ്ങി ഹല്ലേലൂയ. അപ്പൊ ഇതിന്റെ സന്ദർഭം, തന്റെ മൂത്ത മകൻ ശൗമേൽ കുട്ടി മരിച്ചെന്ന, മരിച്ച് ഡെഡ് ബോഡി കൈ വെച്ചോണ്ട് താൻ പാടിയെന്ന ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കൈ തന്നപ്പം സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടി. എന്റെ ചോദ്യം, മൂതാം മകൻ ഉപദേശിയുടെ കയ്യിലെ കൊസാദ് കൊച്ചുകുഞ്ഞിന്റെ കയ്യില് ദുഃഖത്തിന്റെ പാനപാത്രം ദൈവം കൊടുത്തപ്പോൾ അത് വാങ്ങി എതിർക്കാതെ, കയർക്കാതെ, ഉടയ്ക്കാതെ അത് വാങ്ങി സന്തോഷത്തോടെ താൻ ഹല്ലേലൂയ പാടി. അതിനങ്ങനെ പാടാൻ കാര്യം, എന്നുള്ളൊരു അമ്മ പറഞ്ഞു പുള്ളിക്ക് ഒത്തിരി പാട്ടറിയാമായിരുന്നു. ദുഃഖത്തിന്റെ പാനപാത്രം തന്റെ കൈ കൊടുത്തപ്പോൾ മൂത്താം മക്കൾ സാധു കൊച്ചുകുഞ്ഞ് എതിർക്കാതെ, ഉടയ്ക്കാതെ അത് സന്തോഷത്തോടെ വാങ്ങി കൈ വെച്ചുകൊണ്ട് ഹല്ലേലൂയ പാടി. പാടാൻ കാരണം എന്നാന്ന് പാട്ടറിയാവുന്നവർക്കറിയാം. പാടാൻ കാര്യം അടുത്ത ലൈനിൽ താൻ എഴുതി, ദോഷമായിട്ടൊന്നും എന്നോടെന്റെ അവിടെ ഈ പാട്ട് പാടും നമുക്ക് സ്വോത്രാഴ്ച കൂടെ എടുക്കുക. ദോഷമായി നോർത്ത് ഇന്ത്യയിലെ വേലയാ, എന്നോടെന്റേതാ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അവൻ. നോർത്ത് ഇന്ത്യയുടെ വേലയ്ക്ക് കൂടെയാണ്. നന്നായി. ഓ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവന്റെ കയ്യിൽ തന്നാൽ, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവന്റെ കയ്യിൽ തന്നാൽ, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടനഷ്ടമേറി ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവന്റെ കയ്യിൽ തന്നാൽ, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവന്റെ കയ്യിൽ തന്നാൽ, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല, ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല, എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ, എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖ
ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആരേലും സ്തോത്രകാഴ്ച ഇടാൻ മറന്നു പോവുകയോ ഒക്കാതെ വന്നോട്ടുണ്ട് എന്ന് കൈവക്കുകയാണെങ്കിൽ ഒരു പാത്രമായിട്ട് വരും. രണ്ടാമത് ഇടാൻ വല്ല താല്പര്യം ഉണ്ടെങ്കിലും പൊക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ വായിക്കുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ വിവിധ പരീക്ഷകൾ ദൈവകുഞ്ഞുങ്ങൾക്ക് വരും. നിരാശപ്പെട്ടു പോകരുത്. കൊള്ളാവുന്നവനായി തെളിഞ്ഞ് രംഗത്തിറങ്ങും. ആ പരീക്ഷ വരുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ആള് ക്ലിയറാണോ ഇല്ലെന്ന് അറിഞ്ഞ് തെളിഞ്ഞ് രംഗത്ത് വരാനാ. സ്തോത്രം. നിരാശപ്പെട്ടു പോകരുത്. നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. ചിലർക്ക് കർത്താവിൻ്റെ ഒരു പ്രസിദ്ധനായ ദൈവദാസനുണ്ടായിരുന്നു, CS മാത്യു എന്ന് പറയും. ഇപ്പോഴത്തെ ON രാജുക്കുട്ടിയുടെ അമ്മാവിയപ്പന. പഴയ പേര് വേലുത്തമ്പി എന്നാ. വേലുത്തമ്പി. അദ്ദേഹം രക്ഷിക്കപ്പെട്ട് സൈമൺ സാറിന് സ്നാനപ്പെടുത്തിയത്. അന്നത്തെ കാലത്ത് തീഷ്ണതയോടിറങ്ങിയ ഒരു ദൈവവൃത്തനാണ്. നിമിഷകവിയ, പാട്ടുമൊക്കെ അന്നേരം എഴുതുക. അനുഭവസാക്ഷ്യമൊക്കെ പഴയ ആൾക്കാർ പറഞ്ഞും പുസ്തകത്തിൽ വായിച്ചും അവരുടെ കുടുംബക്കാർ പറഞ്ഞുള്ള അറിവാണ്. തനിക്ക് വിശ്വാസ ജീവിതത്തിൽ വന്നപ്പം 11 മക്കളുണ്ടായിരുന്നു. 8 ആണും 3 പെണ്ണും. ആ 8 ആൺപിള്ളേരും മരിച്ചു. ചെറിയ കാര്യമാണോ? 8 ആൺപിള്ളേരും ഓരോന്നോരോന്നും മരിച്ചെന്നുള്ളതാണ്. സ്തോത്രം. പക്ഷെ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. കുഞ്ഞുങ്ങളെല്ലാം ദൈവസന്നിധി ചേർക്കപ്പെട്ടു. വേറൊരു വിശേഷത, 8 പിള്ളേരും മരിച്ചപ്പോൾ ചരിത്രം പറഞ്ഞുള്ള അറിവാ, ഈ ഡെഡ് ബോഡിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി അന്നേരം പാട്ടെഴുതും. നമ്മൾ പാടുന്ന പല പാട്ടും ആ സന്ദർഭത്തിൽ പുള്ളി എഴുതിയതാണ്. എനിക്ക് തിട്ടമായിട്ട് അറിയത്തില്ലെങ്കിലും പറഞ്ഞുള്ള അറിവ്. പാട്ട് പുള്ളിയുടെ അറിയാം. ഒരു മകൻ മരിച്ചപ്പോൾ പുള്ളി കർത്താവിനെ പറ്റി ദിവ്യദർശനം കണ്ടെന്ന. ഡെഡ് ബോഡിയായിട്ട് അന്നൊക്കെ മോർച്ചറി ഇല്ലല്ലോ, രാത്രി വെച്ചോണ്ടിരിക്കുക. ദിവ്യദർശനം കണ്ടെന്ന. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ സൗന്ദര്യമെല്ലാം കൂടെ പുള്ളി ദർശിച്ചു. സ്തോത്രം. അന്നേരം പുള്ളി എഴുതിയതാ, എൻ പ്രിയൻ എപ്പോൾ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല. അതൊരു കുഞ്ഞ് മരിച്ചപ്പോൾ എഴുതിയതാ. വേറൊരു ചെറുക്കൻ മരിച്ചപ്പോൾ എഴുതിയതാ, 10,000 പേരുകളിൽ പരമസുന്ദരൻ. അങ്ങനെ എഴുതിയ പാട്ടാ. വേറൊരു കൊച്ച് ഒരു ശുശ്രൂഷ കഴിഞ്ഞ് വന്നപ്പം കുഞ്ഞ് മരിച്ച ഡെഡ് ബോഡിയാ വന്ന് വീട്ടോട് വന്ന് കാണുന്നത്. സ്തോത്രം. അന്നേരം പുള്ളി കുഞ്ഞിനെ ദൈവസന്നിധി പ്രാർത്ഥിച്ചെഴുതി, കാന്തനെ കാണുവാൻ ആർത്തി വളരുന്ന ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. അങ്ങനെ ഒത്തിരി പാട്ടുകൾ. നമ്മൾ ഈ പാട്ട് എഴുതുന്നവരുടെ അനുഭവങ്ങളും കൂടെ ഒന്ന് അറിയുന്നത് നല്ലതാ. ഏത് സന്ദർഭത്തിൽ അവര്. സ്തോത്രം. ആട്ടെ, നമുക്ക് ദോഷമായിട്ട് ദൈവം ഒന്നും ചെയ്യത്തില്ല. ഞാൻ എല്ലാ അധ്യായത്തിൽ നിന്നും കയറി പറഞ്ഞാൽ അതിന് ഒക്കത്തില്ല, സമയമില്ലല്ലോ. 1-ാം അധ്യായത്തിൽ പരീക്ഷ, 2-ാം അധ്യായത്തിൽ പ്രവൃത്തിക്ക് ഊന്നൽ കൊടുത്തു, 3-ാം അധ്യായത്തിൽ നാവിന് നിയന്ത്രണം ഏർപ്പെടുത്തണം, 4-ാം അധ്യായത്തിൽ ആത്മീക പോരാട്ടം. ഒരു സുഖം വരുന്നില്ല, എന്തോ ചെയ്തോ. 5-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അതൊരു കാര്യം പറഞ്ഞേച്ച് 4-ന്റെ 7 എടുത്ത് നിർത്താനാ ദൈവത്തിൽ ആശിക്കുന്നത്. 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചേ ദൈവദാസി. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത അതാണല്ലോ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഈ സഭയുടെ ഈ കൺവെൻഷന്റെ ഒടുവിലത്തെ രാത്രിയും കൂടാ. നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും ആശയല്ല യേശുവിന്റെ വരവാണല്ലോ. സ്തോത്രം. എതിരെ പോയാലും എങ്ങനെ വന്നാലും ആമേൻ ഒടുവിൽ കർത്താവിന്റെ വരവാ പ്രതിപാദ്യ വിഷയം. കർത്താവിന്റെ പ്രത്യക്ഷത ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാ. എബ്രായത്തിൽ വായിക്കുന്നത് അവൻ പാപം കൂടാതെ, അങ്ങനെയാണോ? ഈ 2ാമതും പ്രത്യക്ഷനാകും എന്നുള്ള പ്രയോഗം വന്നപ്പോൾ ഓർക്കണം, ആദ്യം ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. ആദ്യം എപ്പോഴാ പ്രത്യക്ഷപ്പെട്ടെ? എപ്പോഴാന്ന് പറ. കന്യാസൂനുമായിട്ട് ജനിച്ചതാ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച
ധന്യനിമാനുബലി ബന്ധാനേ കന്യകാസൂതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുബലി ബന്ധാനേ ഇവനേ 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 ക്രിസ്തേശുരേ ശകനി ബന്ധാനേ ഇവനേ. ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ ആ ഇതിലിടും ഞാനിടെയെന്നാ തോന്നുന്നു. അതിൽ പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന നരികിൻ സന്തതി ബന്ധാനേ അതിൽ പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന നരികിൻ സന്തതി ബന്ധാനേ ഇവനേ ഇവനേ ഇവനേ. ആദ്യം നല്ല സുഖമായിരുന്നു, അതങ്ങോട്ട് വരുന്നില്ല. ആദ്യം തുടങ്ങിയപ്പോൾ നല്ലതാണ്, എന്തോ ഒപ്പിച്ചെന്നതാവുന്നത്. 3-4 പേര് നിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, പാപം കൂടാതെ അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും. ഇപ്പോത്തെ ഇനി ഒന്നും ചെയ്യരുത്, ഇരിക്കണേ, മതിയേ. ഇനി ഉറക്കെ പറയുമ്പോ ഞാൻ അങ്ങകത്താ, പതുക്കെ പറയുമ്പോ ഞാൻ എടുപ്പിക്കുക. എന്റെ പൊന്നച്ചാ ഒന്നും പിടിച്ച ഒത്തു. അപ്പൊ ശ്രദ്ധിക്കുക, അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകുമെന്ന് പറഞ്ഞാൽ ഒന്നാമത് പ്രത്യക്ഷപ്പെട്ടു. ഒന്നാമത് പ്രത്യക്ഷപ്പെട്ടത് ഓർപ്പിച്ചതുപോലെ അവൻ മാനവജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിന് കന്യാസൂനുവായി ഭൂമിയിൽ അവതരിച്ചു. വചനജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായ നമ്മുടെ ഇടയിൽ പാർത്ത ക്രിസ്തു. എന്തിന്? മാനവജനതയുടെ പാപത്തിന്റെ പരിഹാരം. കഷ്ടങ്ങൾ, പീഡകൾ, പങ്കപ്പാടുകളൊക്കെ സഹിച്ച് പച്ചപ്പീനെ കുരിച്ചെടുത്ത് വീണും വേച്ചും പറച്ചും ഗാമ രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി മുക്കിരീടധാരിയായി മുതക ഉടമജാല പോലെ നീളത്തെ കീറപ്പെട്ടവനായി രക്തധാരതനായി ഒഴുകപ്പെട്ടവനായി അവൻ കണ്ടാൽ അയാൾ അല്ലെന്ന് തോറുമാറി വിരൂപമാക്കപ്പെട്ടവനായി സാക്ഷ്യം നമ്മുടെ രോഗങ്ങൾ വഹിച്ച് വേദനകൾ ചുമന്ന് അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് നിങ്ങൾക്ക് സൗഖ്യം വരുവാൻ പങ്കപ്പാട് സഹിച്ച ക്രിസ്തു കാൽവറി കൊലമളത്ത് ചെന്ന് 2 കള്ളന്മാരുടെ നടുവിൽ 3 കാരുണ്യ പ്രാണികൾക്ക് ആമനെ ഏൽപ്പിച്ചു കൊടുത്ത് ജീവനെ വിട്ടവൻ. മരിച്ചെന്ന് ഉറപ്പ് വരുത്തുവാൻ ആ വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും വന്നെന്നാ നമ്മൾ വായിക്കുന്നല്ലോ. പാസവിയ തമ്പിച്ചായന്റെ ഭാര്യ മറിയാമ്മ തമ്പി എന്ന് പറയുന്ന ആ ദൈവദാസിയുടെ അമ്മ സാറാമ്മ കൊച്ചമ്മ അനിയത്തിയുണ്ട്. അവരുടെ വല്യപ്പൻ്റെ ഒരാളുണ്ട്, PV തൊമ്മി TJ വർക്കി കുന്നംകുളം. വർക്കയാശാൻ എഴുതിയൊരു പാട്ടിന്റെ 2 വരി അതിനോട് നല്ല പൊരുത്തമുള്ളതാണ്. കരുണയില്ലാത്ത പടയാളിയൊരു പെരിയ കുന്തമങ്ങെടുത്തു, കരുണയില്ലാത്ത പടയാളിയൊരു പെരിയ കുന്തം അങ്ങെടുത്തു, കുത്തി തുറന്നു ചങ്കിൽ നിന്നുടനെ ഒഴുകി ജലവും രക്തവും ഉടനെ, കുത്തി തുറന്നു ചങ്കിൽ നിന്നുടനെ ഒഴുകി ജലവും രക്തവും ഉടനെ, നിനക്കായൻ കുരിശിൽ വെടിഞ്ഞൻ മകനെ. അപ്പൊ ശ്രദ്ധിക്കുക, വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും ചാടി മരിച്ചെന്നുറപ്പ് വരുത്തി യേശുക്രിസ്തുവിന്റെ തിരുശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി 100 റാത്തൽ സുഗന്ധക്കൂട്ടുള്ള നിർമ്മല ശീലയ്ക്കകത്ത് അരിമത്യാക്കാര യോസേഫും മന്ത്രിയാ രാത്രി വന്ന് നിക്കോദോമസും ഭക്തന്മാരാ ചേർന്ന് പൊതിഞ്ഞ് ക്രമപ്പെടുത്തി ആരെയും വെക്കാത്ത യോസേഫിന്റെ കല്ലറെ കൊണ്ടിടക്കി. അതും പ്രവചനത്തിന് നിവൃത്തിയായി യശയ്യാവ് പഠിപ്പിക്കുന്നത് അവന്റെ മരണത്തിൽ അവ സമ്പന്നന്മാരുടെ കൂടെ. പൗലോസ് കൊരിന്ത്യലേഖനം 15 പറഞ്ഞത് ഇങ്ങനെയൊക്കെ ക്രമപ്പെടുത്തി അവൻ 3 ഉയർത്തെഴുന്നേറ്റു. തിരുവെടുത്ത് പറഞ്ഞതുപോലെ ഉയർത്തു. അപ്പോൾ യേശുക്രിസ്തു ഇങ്ങനെ മരിച്ച് രക്തം ചിന്തി അവൻ അടക്കപ്പെട്ട് ഉയർത്തത് മനുകുലത്തിന്റെ പാപത്തിന്റെ രക്ഷയ്ക്കാണ്. അല്ല 9-ാം അധ്യായത്തിന്റെ 26 ഒന്ന് വായിച്ചേ എബ്രായർ. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക്
അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അപ്പൊ ആദ്യത്തെ പ്രത്യക്ഷത മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തി വെച്ച് സ്വർഗത്തിൽ പോയി. ഇപ്പൊ സ്വർഗത്തിൽ എന്തെടുക്കുക? പക്ഷപാതം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വേണ്ട. പക്ഷപാതം അതിന്റെ അർത്ഥം. അപ്പൊ മധ്യസ്ഥതയ്ക്ക് എന്നാ പറയും? പക്ഷപാതം എന്ന് പറഞ്ഞാൽ പക്ഷപാതം. വാദം പലതുണ്ട്. ചുടുവാദം, വെട്ടുവാദം, ആമവാദം, പിള്ളവാദം. അതൊന്നുമല്ല ഇവിടെ. പക്ഷപാതമാണ്. നമ്മളെ പാടുകല്ലേ, നാഥൻ സന്നിധിയിൽ എൻ പേർക്ക് സാദാ പക്ഷവാദം ചെയ്യുന്ന പക്ഷവാദം. പക്ഷപാതം എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ചു വാദിക്കുന്നു. ആരുടെ പക്ഷം? ഉടനെ പറ. നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? ക്രിസ്തുവേശു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ. അനന്തിനാ സ്വർഗത്തിൽ എന്റെ നിങ്ങളുടെ പക്ഷം പിടിച്ച് ക്രിസ്തു വാദിക്കുന്നത്? യോ നമ്മള് മാവേറ്റ് പറഞ്ഞ് രക്ഷിക്കപ്പെട്ടല്ലേ? ശിക്ഷാവിധി ഇല്ലല്ലോ. അതുകൊണ്ട് ക്രിസ്തുവേശുള്ളവർക്ക് ഇപ്പം ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ, വിമോചിതരായല്ലോ, ശിക്ഷായോഗ്യർ ദൈവത്തിന് അവകാശികളായല്ലോ. ഇപ്പൊ ശിക്ഷയില്ലല്ലോ. ഇപ്പോൾ ക്രിസ്തുവേശു പക്ഷപാതം ചെയ്യുന്നു. പക്ഷപാതം എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ചു വാദിക്കുന്നു. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? ക്രിസ്തുവേശു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ. സ്വർഗത്തിൽ എന്റെ നിങ്ങളുടെ പക്ഷം പിടിച്ച് വാദിക്കാൻ കാരണം ഉറക്കെ പറ. അതാ കാരണം. എനിക്ക് നിങ്ങൾക്ക് എതിരെ വാദിക്കുന്ന ഒരുത്തനുണ്ട് അവിടെ. അത് മറ്റാരുമല്ല, തിരുവചനത്തിന്റെ പ്രമാണപ്രകാരം പറഞ്ഞ അപവാദിയാകുന്ന പിശാച്. രാവക തന്റെ ദാസീദാസന്മാർ വൃതന്മാരെ പറ്റി അവൻ അപവാദം ചെന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷം പിടിച്ച് വാദിക്കുന്ന ഒരു നല്ല കർത്താവ് സ്വർഗത്തിലുണ്ട്. അപ്പൊ ഇപ്പം പക്ഷം പിടിച്ച് വാദിക്കുന്ന ആ ക്രിസ്തു അധികം താമസിക്കാതെ രണ്ടാമതും പ്രത്യക്ഷപ്പെടും. ആദ്യം പ്രത്യക്ഷപ്പെട്ടത് പാപപരിഹാരം. ഇനി പ്രത്യക്ഷപ്പെടുന്നത് സഭയെ ചേർക്കാൻ. അതാ വീണ്ടും വരവ്. അതാ കർത്താവിന്റെ പ്രത്യക്ഷത. അടെ ഇടയ്ക്ക് കയറി ഒന്ന് പറയാം. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഈ കർത്താവ് വീണ്ടും വരും. അത് നമ്മളെ സൂചിപ്പിച്ചല്ലോ. ഉറപ്പാന്നേ വരും. ധാരാളം വാക്യങ്ങള്, തെളിവുകൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ട്. യേശു ക്രിസ്തു വീണ്ടും വരും എന്നുള്ളതിന് ഏറ്റവും ദൃഢമേറിയ ഉറപ്പ് എന്തുവാ? ഒത്തിരി ഉണ്ട് തെളിവ്, സംഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ടതിൽ. യേശു വീണ്ടും വരുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉറപ്പല്ല. അതാ അതിന്റെ ശരിയായ ആൻസർ. യേശു പറഞ്ഞേച്ചാ സ്തോത്രം. കർത്താവ് തീർത്ത് പറഞ്ഞല്ലോ ഞാൻ വരുമെന്ന്. 14:1-2 യോഹന്നാൻ. അറിവുള്ള വാക്യമാണ്. പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. കർത്താവ് പറഞ്ഞേച്ചാ പോയത്. അപ്പൊ യേശു ക്രിസ്തു വീണ്ടും വരുമെന്നുള്ളതിന് ഏറ്റവും ദൃഢമേറിയ ഉറപ്പ് നമ്മുടെ മിശിഹാതമ്പുരാൻ പറഞ്ഞേച്ചാ പോയത്. തിരിച്ചു വരാന്ന് പറഞ്ഞേച്ച് പോയ ആരുമില്ല. തിരിച്ചു വരാന്നല്ല, ഒന്നും പറയാതാന്നല്ലോ പലരും പോയത്. ചിലക്ക് ഏതാണ്ടൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, ഒടുവിൽ ഒത്തില്ല. പിന്നെ വേറെ ഏതാണ്ടൊക്കെ പറഞ്ഞു പോയവരുണ്ട്. പിന്നെ പോകുന്ന പറഞ്ഞ സമയത്ത് പോകാഞ്ഞിട്ട് ഏതെല്ലാം ചെയ്തു തരാണ്ട് വിട്ടെന്നൊക്കെ കേൾക്കുന്നു. ടൈം പറഞ്ഞിട്ട് പോയില്ല, പോകാതെ കിടന്നപ്പോൾ ഏതാണ്ടൊക്കെ ചെയ്തെന്നോ എനിക്കറിയത്തില്ല. യേശു ക്രിസ്തു പറഞ്ഞേച്ചാ പോയേക്കുന്നത്. അങ്ങനെ ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. 14:1. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹൃദയം കലങ്ങിപ്പോകരുത്. സത്യമായി എന്നിലും നിത്യപിതാവിലും സത്യമായി എന്നിലും
നിത്യപിതാവിലും സന്തതം വിശ്വസിച്ചു നിങ്ങളെ ചേർക്കുവാൻ ചിത്തം കലങ്ങിടല്ല പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടല്ല പോയി വരും ഞാൻ. അപ്പൊ യേശു പറഞ്ഞേച്ചാ പോയത്, ഞാൻ പോയിച്ച് വരുവന്ന്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 14 പറയാ, നിങ്ങളുടെ ഹൃദയം, ഇത് ശിഷ്യന്മാരോട് പറയുന്നൊരു ഭാഗമാണ്. ഇതിന്റെ പശ്ചാത്തലഭാഗം കൂടെ പഠിക്കണം. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് പറയാൻ കാരണം 14:1 പറഞ്ഞത് ഹൃദയം കലങ്ങരുതെന്ന്. അപ്പൊ 13-ാം അധ്യായം ഒന്ന് പഠിക്കണം. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ വിഷയം എന്തുവാ? ഒറ്റവാക്കി പറ. പെസഹായ. 14-ാം അധ്യായത്തിലെ സബ്ജക്റ്റ് പെസഹ. ഈ പെസഹായുടെ ഒരുക്കനാൾ വന്നപ്പോൾ യേശുവിനോട്ട് ശിഷ്യന്മാർ വന്ന് വെച്ചു, ഗുരു, ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കേണ്ടത്? അത് ചോദിക്കാൻ കാര്യം കയറി കിടക്കാൻ ഇടവും തലമൊന്നുമില്ല. ഇങ്ങനെ യോഗം നടത്തി പോകുന്നല്ലാതെ കിടപ്പാടമൊന്നും, പുൽപ്പിറ്റുമില്ല, പ്രസംഗ വീടമില്ല. എല്ലാവരുടെയും പടകിലൊക്കെ കയറും, മലയിൽ കയറി നിന്ന് പ്രസംഗിക്കും. വല്ല വീട്ടിലൊക്കെ ക്ഷണിച്ചാൽ പോകും, അല്ലെങ്കിൽ പിന്നെ കബർണഹൂമിലെ വീട്ടിൽ, നമ്മുടെ കുഷ്ഠരോഗി ശിമോൻ്റെ വീട്ടിലൊക്കെ പോകും. ഇങ്ങനെയൊക്കെയാ ജീവിതം. ശിഷ്യന്മാർക്കും അറിയാം, ആദ്യമൊക്കെ ഉത്സാഹത്തോടിറങ്ങിയ ഒടുവിൽ ഒന്നുമില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഇടയ്ക്ക് അവർ ചോദിച്ചു, ഗുരു, ഞങ്ങൾ 2-3 കൊല്ലമായിട്ട് ഇങ്ങനെ തുള്ളിയും ചാടിയും പാടിയൊക്കെ നടക്കുക, കസാരി എടുത്തും പായി വിട്ടൊക്കെ എന്തോ കിട്ടുമെന്ന് ചോദിച്ചു. സ്തോത്രം. ശിഷ്യന്മാർ തന്നെ പറഞ്ഞ്, പുള്ളി ഇങ്ങനെ ഒന്നും ഇല്ലാത്തവനെ പോലെ അഭിനയിക്കുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ചില കണ്ടിട്ടില്ലേ, കാശുണ്ട്, വീടുണ്ട്, ചുറ്റുപാടുണ്ട്, നല്ല കൂട്ടാൻ പോലും വെച്ച് കഴിക്കുകയില്ല. എന്നുവെച്ചാൽ ആർഭാടം വേണമെന്നല്ല. എനിക്കറിയാം, ഞങ്ങളുടെ ഒരു അച്ചായനുണ്ട്, പേര് പറയുന്നില്ല, പേര് പറഞ്ഞാൽ ഇപ്പോൾ അവരും ഇപ്പോൾ കേട്ടോണ്ടിരിക്കുകയായിരിക്കും. കൊച്ചമ്മ മീൻ മേടിക്കാൻ ചന്തയിലോട്ട് വിടും. അവിടെ നേരത്തെ വിടുന്നതാണ്, പോകുകയല്ല, അവിടെ നിൽക്കും. സന്ധ്യയൊക്കെ കഴിഞ്ഞാൽ മേടിച്ചുകൊണ്ട് വരികയല്ല. പിന്നെ ഒരു 8:30 ആകുമ്പം മീൻ ചെയ്യുമ്പോൾ അവർ വില കുറച്ച് കൊടുക്കും. എന്നാലും അത് മേടിച്ചോണ്ട് എന്തിനിങ്ങനെ നീ ജീവിക്കുന്നത്? എന്ന് വെച്ചാൽ ആർഭാടം, ദൂർത്തടിയല്ല ഞാനീ പറഞ്ഞത്. അപ്പൊ ശ്രദ്ധിക്കുക, ശിഷ്യന്മാർക്ക് മനസ്സിലായി പുള്ളിയുടെ കയ്യിൽ ഒന്നുമില്ലെന്ന്. ഒരിക്കൽ കർത്താവ് തെളിയിച്ചു, കുറുനരികൾക്ക് കൊടിയുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് സ്തോത്രം. നരികൾക്ക് വസിപ്പതിനായി കുഴിയും, പറവയ്ക്ക് വസിപ്പതിനായി കൂടും. ഭൂവിലുണ്ടിവനോ തല ചായ്പതിനായി കുരിശല്ല, ദീപാരിൽ സ്ഥാനമില്ല. ഭൂവിലുണ്ടിവനോ തല ചായ്പതിനായി കുരിശല്ല, ദീപാരിൽ സ്ഥാനമില്ല. കുരിശും നിജ തോളിലെടുത്തൊരുവൻ ഗിരിമേൽ കരേറി പോകുന്ന കാഴ്ച കാണി. അപ്പൊ ഗുരുതരകൾക്ക് കൊടിയും പറവജാതിക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനൊന്നുമില്ല. അപ്പൊ അതെ, ഇതുകൊണ്ടൊക്കെയാ ഈ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, ഗുരു, എവിടാ പെസഹ ഒരുക്കണ്ടേ? അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് എതിരെയുള്ള പറ, ഉറക്കെ പറ, നന്നായിട്ട് പറയണം, ചെല്ലണം. അന്നേരം ആട്ടെ, 2 നില നല്ലതാ. എനിക്കൊരു ഡൗട്ട് വരുന്നു. നിങ്ങൾക്ക് എതിരെയുള്ള നഗരത്തിൽ ചെല്ലണം. യെരുശലേമിൽ പോകാൻ ആ ഗ്രാമത്തിൽ കഴുത അടിച്ചുകൊണ്ട് വരും. നല്ല പറഞ്ഞ എഴുതിൻ്റെ ഗ്രാമത്തിൽ ഒരു കഴുത കാണും. ഞാൻ പറഞ്ഞു, പെസഹായ്ക്ക് അത്യാവശ്യം ഒരു കഴുത. നിങ്ങൾക്കെതിരെയുള്ള നഗരത്തിൽ, പട്ടണത്തിൽ ചെല്ലുമ്പോൾ ഒരുത്തൻ ഒരു കുടം വെള്ളവും കോരിക്കൊണ്ട് എതിർവിടും. അപ്പൊ അവന്റെ കുടവും വെള്ളം തള്ളി താഴെ ഇട്ട് ചോദിക്കണം, ഇപ്പോഴാണോടാ വെള്ളം കോരിക്കൊണ്ട്? അങ്ങനെയാണോ? അല്ല. ഒരുത്തൻ ഒരു കുടം വെള്ളം കോരിക്കൊണ്ട് വരും. അവനോടൊന്നും ചോദിക്കണ്ട, നിങ്ങൾ അവന്റെ പുറകെ അങ്ങ്. ഇന്നത്തെ ആൾക്കാരാന്നെ അവനെ പിടികൂടും. ബ്രദർ ഏതാ, ഏത് സഭയിലാ? ഈ കുടം എത്ര വർഷമായിട്ട് ഉപയോഗിക്കുന്നു? ഇത് കുക്കുസാഹിബിന്റെ കാലത്തുള്ള കുടമാണെന്ന്. അവന്റെ പുറകെ പോകും. നീ ഗ്രഹപ്പഴ. ഒരുത്തൻ ഒരു കുടം വെള്ളവും കോരിക്കൊണ്ട് വരും. നിങ്ങൾ അവന്റെ പുറകെ ചെല്ലണം. അവനൊരു വലിയ വീട്ടിൽ ചെല്ലും. നിങ്ങൾ ആ വീട്ടിലോട്ട് കയറുമ്പോൾ വീട്ടുടയവൻ ചോദിക്കും, എന്താ വന്ന കാര്യം? അപ്പൊ അവരുടെ കർത്താവിന് ഗുരുവിന് പെസഹ ഒരുപ്പാൻ ശാല.
ഇംഗ്ലീഷും കൂടി ഇരിക്കട്ടെ. And wherever he goes in, say to the master of the house, the teacher says, where's the guest room in which I may eat the Passover with my disciples? വേറൊരു വേർഷനകത്ത് ഫർണിഷ്ഡ് റൂം എന്നാ കൊടുത്തേക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, വിരിച്ചൊരുക്കിയ വന്മാളിക. അപ്പൊ ഈ ശിഷ്യന്മാര് ഇങ്ങനെ പ്രവചിച്ചു, യേശു പ്രവചിച്ചു, അതുപോലെ ചെയ്തു. എന്തിനേറെ പറഞ്ഞതുപോലെ ഒരു കുടത്ത് വെള്ളം കോരിക്കൊണ്ടുവന്നിട്ട് പുറകെ ഒന്ന് വിരിച്ചൊരുക്കിയ വന്മാളിക. മുകളിലത്തെ റൂമെന്നാ, രണ്ടാം നിലയെന്നാ, അപ്പർ റൂമെന്നല്ലയോ. യേശു ശിഷ്യന്മാർ ഈ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് എൻ്റെ ഒരു ഭാവനയും കൂടെ ചേർത്താ 13 കസേര യേശുവും കൂടെ ചേർത്ത് ഈ ശിഷ്യന്മാരെല്ലാം കൂടെ കസേരയിൽ നിന്ന് ക്രിസ്തുവും ഇരുന്നു. അപ്പൊ ഈ വീട്ടിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ അകവാള് വെട്ടി. കാരണം വീട് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. കാരണം ഭയങ്കര നഗരത്തിലെ വീട്, വന്മാളിക, ഫർണിഷ്ഡ് ചെയ്ത റൂം, അത് മുകളിലത്തെ നില, ഭയങ്കര കേമപ്പെട്ട വീട്. സാധാരണഗതിയിൽ ഇവർ ഈ വീട് കണ്ട് അത്ഭുതപ്പെട്ട് അതിശയപ്പെട്ടു പോയി പലരും. കാരണം ഇവർ പലരും മുക്കുവന്മാരാ. കടപ്പുറത്ത് ജീവിച്ചവരും മുക്കുവക്കുടിൽ ജീവിച്ചവരും കടപ്പുറത്തൂടെ വലയും വള്ളവും ഒക്കെ നന്നാക്കി പോയവരും വീശിയവരും മീൻ്റെ മണമൊക്കെ പിടിച്ച് അങ്ങനെ സാധാരണ പഠിപ്പില്ലാത്തവരാ. അങ്ങനെയാണല്ലോ, വിദ്യാഭ്യാസമില്ല. ഇങ്ങനെ വിദ്യാഭ്യാസമില്ലാത്ത പഠിപ്പില്ലാത്ത നമ്മുടെയൊക്കെ ഭാഷ പറഞ്ഞ അരിസ്റ്റോക്രാറ്റ് ഫാമിലി അല്ല. നമ്മളെല്ലാം ഒരു 8 തലമുറ പുറകോട്ട് പോകണം, പരുവക്കാടാ പോകാതിരിക്കുന്ന നല്ലത്. അരിസ്റ്റോക്രാറ്റ് എന്നാ അതിനൊക്കെ ഈ പുത്തനും ഇതൊക്കെ ഉണ്ടായത്. ആ പോട്ടെ. അപ്പൊ ഇവര് മുക്കുവന്മാരാ, മീൻ പിടിച്ച് നടന്നവരാ, സാധാരണക്കാരാ, പഠിപ്പില്ലാത്തവരാ. ഈ സാധാരണക്കാരാകുന്ന ഇവര് ഈ നഗരത്തിലെ വന്മാളികയ്ക്കകത്ത് ഇതെല്ലാം കൂടെ കണ്ടപ്പോ അമ്പരന്ന് പോയി. സ്വാഭാവികമാണ്, നമ്മുടെ രീതി അങ്ങനല്ലേ, മനുഷ്യനല്ലേ. നമുക്കൊക്കെ അങ്ങനെ ചില വലിയ വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് നോക്കി എന്നിരിക്കും. പണ്ട് തന്നെ ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി അവരുടെ വണ്ടി, വിലയേറിയ വണ്ടി കൊണ്ടുവന്ന് എന്നെ കയറ്റി വീട്ടിൽ കൊണ്ടുപോയി. ഭയങ്കരം വീടാ, എൻ്റെ എന്തോ വീട്, പുത്തനർശലയമാണോ എന്ന് പോലും എന്തുവാണ്. കാർ കൊണ്ട് നിർത്തി പുള്ളി തന്നെ ഡോറ് തുറന്ന് ഞാൻ ഇറങ്ങി. ഇതെല്ലാം കണ്ട് അമ്പരന്ന് എന്തോ വീട്, എന്തോ അകത്ത് 1-2 മുറി കഴിഞ്ഞ് അകത്ത് വിസിറ്റ് റൂം കഴിഞ്ഞ് പിന്നെ വേറൊരു മുറിയെ കൂടെ കയറ്റി ഇടവഴി വേറൊരു ബെഡ്റൂം എനിക്ക് അവിടോട്ട് കൊണ്ട് കയറ്റപ്പോൾ എന്തുവാ, എൻ്റെ പൊന്നോ അമ്പരന്ന് പോവുക. മത്തേലൊക്കെ തൊട്ടപ്പോൾ നല്ല പതപതാന്നിന് ഞാൻ കുറച്ച് നേരം ഇരിക്കുകയും പൊങ്ങുകയൊക്കെ ചെയ്തു. ആദ്യമായിട്ട് ചെന്നില്ലയോ, സത്യം പറയണമല്ലേ, കൂടെ ഞാനിങ്ങനെ പൊങ്ങയിരിക്കുക. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ ബെല്ലടിച്ചാൽ മതി, ഞാൻ ഇനി വരാമെന്ന് പറഞ്ഞു. പുള്ളി പോയി. കഴിഞ്ഞപ്പോൾ അത്യാവശ്യമായി. ഞാൻ ബെല്ലടിച്ചു. പുള്ളി പെട്ടെന്ന് വന്നു. ആദ്യമായിട്ട് എന്നുകൊണ്ട് ഈ വാതിലും ഇതൊന്നും അറിയത്തില്ല, വലിയ വീട്. വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് യാത്ര ചെയ്ത് വന്നല്ലേ, ഒന്ന് ടോയ്ലറ്റിൽ നിന്ന് പോകണം. അപ്പം വരാൻ പറഞ്ഞോണ്ട് എന്നെ കൊണ്ടുപോയി വേറെ റൂം കഴിഞ്ഞ് ചെറിയ ഇടവഴി കയറി. പിന്നെ ഡ്രസ്സിങ് റൂമാണെന്ന് തോന്നുന്നു. അതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ ബാത്റൂമിന് ഇപ്പറേ വേറൊരു റൂം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് വെച്ചു ബാത്റൂമിൽ. അതാ ആയിക്കോട്ടെന്ന് പറഞ്ഞു. ഞാൻ അകത്തോട്ട് കയറി അന്തം വിട്ട് നിൽക്കുക. എന്തു എട്ടപ്പാണ്ടാന്നാ. ഞാൻ ഒന്നും നടന്നില്ലെന്ന് അങ്ങ് പറയാം. അത്രയും പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുക. കാരണം ഒന്നിലോട്ട് നോക്കിയപ്പോൾ എൻ്റെ തലയിലോട്ട് വെള്ളം വീണു. അപ്പം എനിക്ക് മനസ്സിലായി ഇത് പരുവക്കേടാ. അതുപോലെ തന്നെ ഇറങ്ങി വന്നു വീണ്ടും ബെല്ലടിച്ചു. പുള്ളി വന്നിട്ട് ടോയ്ലറ്റ് ഞാൻ പറഞ്ഞില്ല, വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ നാടനല്ലയോ. അപ്പം ഞാൻ കുറ്റം പറഞ്ഞതല്ല, അവരുടെ രീതി. അതുപോലത്തെ വീടുകളിലൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. എന്ന് പറഞ്ഞ പോലെ ശിഷ്യന്മാർ ഈ വന്മാളിക കയറി ഈ വീടും പരിസരം കണ്ട് ആകവാള് വെട്ടിപ്പോയി. അപ്പം എൻ്റെ ചിന്ത, ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു, എന്താ വെച്ചാൽ ഭയങ്കര വീടാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഞാനും വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. ലൈറ്റൊക്കെ വെളിയിൽ നിന്ന് കൊണ്ടുവന്നാന്നോ. ഞാൻ ശരിയാ, കറങ്ങി ഇടയ്ക്ക് മിന്നുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ സെറ്റ് വെളിയിൽ നിന്ന് ഇരുന്നപ്പോൾ ഇങ്ങനെ താഴെയും പൊങ്ങും ചെയ്യുന്നു. അപ്പോൾ കാർപ്പറ്ററോ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വിസ്തരിച്ചു. അപ്പോൾ ഒരുത്തം പറഞ്ഞു, ഏതായാലും നമ്മൾ പുള്ളിയുടെ കൂടെ കൂടിയതുകൊണ്ട് ഇത് കാണാനെങ്കിലും. അതാ അതിൻ്റെ സത്യം. യേശുവിനെ അറിഞ്ഞതാ ഭാഗ്യം. അതെ. അയ്യോ, ഞാൻ എൻ്റെ സാക്ഷ്യം പറയാനുണ്ട്. ദൈവമേ, എന്തേലും യോഗ്യതയുള്ളതാണോ എനിക്ക്? ജാതിയിലൊരു ശ്രേഷ്ഠതയില്ല, കുടുംബ ശ്രേഷ്ഠതയില്ല, ജാതി മഹത്വമില്ല, വിദ്യാഭ്യാസമൊന്നുമില്ല.
ഒരിക്കൽ ബഹറിന് ചെന്നപ്പം അറബി എന്നോടാണ്ട് ചോദിച്ചു, ഞാൻ തിരിച്ച് കാണിച്ചത് വേറെ എന്നെ അറിയാൻ അത് ഒരു ഇതാന്ന് ചോദിച്ചു, ഒന്നും അറിയാൻ മേൽ. അവസാനം എന്നെ പിടിച്ച് ഇരുട്ട് മുറിക്കകത്ത് കൊണ്ട് രാത്രി ഇട്ടു. നടന്ന കാര്യമാണ്. ഞാൻ കയറിയപ്പോൾ എൻ്റെ സഹോദരൻ ചോദിച്ചു, ഒരു കോട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഈ കോട്ട് ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കൊച്ചിലെ പിന്നെ ഒരു കോട്ട് ഒപ്പിച്ച് അവൻ തന്ന, അത് കൈ വെച്ചോണ്ടായി പോയത്. പിന്നെ ഏതായാലും രാത്രി കൊണ്ട് ആ മുറിക്കകത്തിട്ട് ഈ കോട്ടുണ്ടായിരുന്നു കൊണ്ടിട്ട് തണുപ്പ് അടിക്കാതിരുന്ന് രാത്രി എന്നെ വിളിക്കാൻ വന്നൊരു വെളിയിൽ നിൽക്കുന്നു. ഞാൻ കിടന്ന് വിഷമിച്ചു. ഭാഷ അറിയാമോ, പറയാനറിയാമോ, ദൈവമേ കിടന്നു. രാത്രി 2:30 ആയപ്പോൾ ഒരു പാലക്കാട്ടുകാരൻ മലയാളി പോലീസാണ് അതിനകത്ത്. പുള്ളി വന്ന് കഥ. അപ്പോൾ ഇതിനകത്ത് പച്ച പുതപ്പൊക്കെ 5-6 പേര് കിടക്കുക. ഞാനത് ആരെ ചോദിക്കാൻ പറ്റുമോ, ചോദിക്കാൻ അറിയാവോ? കുത്തിയിരിക്കുക സ്വോത്രം പറഞ്ഞുകൊണ്ട്. സ്വോത്രം ഉറക്കെ പറയാൻ പറ്റുമോ? ബോധമില്ലാത്തവനാ ഉള്ളിൽ. അങ്ങനെ ഇരുന്നപ്പം പിന്നെ പോലീസുകാരൻ വന്ന് കഥ തുറന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ്, ഞാൻ ഉറങ്ങാതിരിക്കല്ലോ. അദ്ദേഹം വന്ന് വെച്ച് മലയാളിയാണോ എന്ന് മലയാളത്തിൽ. അയ്യോ, ഞാൻ എൻ്റെ പൊന്ന് സാറേ മലയാളിയാ. എന്നാ ഇവിടെ? ഞാൻ പറഞ്ഞു അതാ എനിക്കും അറിയാൻ മേലത്ത്. ഇതെന്നെ എനിക്കും ഇത് അറിയാൻ മേല എന്നാന്ന്. എന്നോടൊന്ന് പറയണ്ടേ ഇന്ന കാര്യത്തിനാന്ന്. പിന്നെ ഒന്നും പറയുന്നില്ല, തടി ഊരിപ്പോന്നു. വിദ്യാഭ്യാസമൊന്നുമില്ല, കുടുംബശ്രേഷ്ഠതയില്ല, കളറും അത്ര നല്ല ഒന്നും. ശബ്ദം അന്നേ ഒട്ടും നല്ല പറഞ്ഞ് പാറപ്പുറത്ത് ചിരട്ട ഇട്ട് വരയ്ക്കും പോലാണ്. ഞാൻ പറഞ്ഞു കൊച്ചമ്മ സത്യം പറഞ്ഞല്ലോ, ദൈവത്തിന് സ്തോത്രം. ശബ്ദവും ഒത്തിരി അപാകതയാണ്, ഗുണമൊന്നുമില്ല. ആ കുട്ടനാട്ടിൽ ചെളിക്കകത്ത് എൻ്റെ ദൈവമേ സ്തോത്രം. അയ്യോ, യാതൊരു ഗതിയില്ലാതെ എരഗതിയും, എൻ്റെ ഭാഷ പരഗതിയില്ലാതെ കിടന്നതാ. സ്തോത്രം. ഈ പുസ്തകം എടുത്തതാ ഇതിന്റെ ഭാഗ്യം. യേശുവിനെ അറിഞ്ഞതാ. അതെ 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 ഞാൻ എല്ലായിടത്തും പറഞ്ഞ സാക്ഷ്യം ഒന്നിട്ട് പറഞ്ഞിട്ട് സ്കൂളിൽ സാറ് പഠിപ്പിച്ചപ്പം നളചരിതം പഠിപ്പിക്കുക. അപ്പം ഞാൻ ജനലിന് സൈഡിൽ ബെഞ്ചിരിക്കുക. രാമ സാറ് നന്നായിട്ട് നളചരിതം പഠിപ്പിക്കും. 2ാം ഭാഗം ഉണ്ണായി വാര്യരുടെ. അപ്പോൾ സാറ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പയ്യെ ജനലിനോട് വെളിയിലോട്ട് നോക്കി. വിമാനം പോകുന്നു, ശബ്ദം കേൾക്കാം. ഇങ്ങനെ നോക്കുക, വിമാനം. സാറ് നളചരിതം പഠിപ്പിക്കുക. അയ്യോ, സാളിങ്ങനെ ചൊല്ലി ചലതല ജങ്കാരം ചെവികളിൽ അങ്കാരം ഗോകുല കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ കുസപതപുരപന്നാഥ കുകരതല ധൈര്യം അതിദുഃഖ കാരണം ഇന്നാരാമ സഞ്ചാരണം മിന്നൽ കൊടിയിറങ്ങി വരികയോ വിധുമണ്ഡലമിറങ്ങി ചെതുകിൽ പോരുകയോ സ്വർണ്ണവർണ്ണമാം അന്നം പറന്നിങ്ങി വരികയോ കണ്ണുകൾക്ക് നല്ല പീയൂക്ഷരികയോ ഇനിയൊരടി നടന്നാൽ കിട്ടുമേ കൈക്കലെന്നും പ്രതിപദമിതോന്ന് മാറും മന്ദം നടന്നാൽ അതപതമയന്തി ആളിമാരോട് വേറിട്ടങ് അതുപൊടിതര എന്നെ പ്രവടനൂജേ സകാശം. അങ്ങനെയൊക്കെ സാറ് പഠിപ്പിക്കുക. ഞാൻ അന്നേരം വെളിയിലോട്ട് നോക്കുക, വിമാനം എരപ്പല്ലാതെ. സാറ് കണ്ടു, എഴുന്നേക്കടാന്ന് പറഞ്ഞു. അയ്യോ, എഴുന്നേപ്പിച്ച്. അന്നൊക്കെ ബെഞ്ച് ഡെസ്കില്ല, ബെഞ്ചേ കയറ്റി നിർത്തി ചൂരവടിക്ക് അടിച്ചു. എത്ര അടി അടിച്ചെന്ന് ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. അടിച്ചു. ക്ലാസ്സിന് വെളിയിൽ പോകാൻ പറഞ്ഞു. 101 പ്രാവശ്യം പൊസിഷൻ. നളചരിതം. വിമാനം കണ്ടോ? എഴുതി. വീട്ടിൽ ചെന്നിട്ട് അമ്മ ചോദിച്ചു എന്തുവാടാ, ഒത്തിരി പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ്. അന്ന് പിറ്റേന്ന് കൊണ്ട് കൊടുത്ത് ചൊല്ലി കേൾപ്പിച്ചു നളചരിതം. അത് മുഴുവൻ ഇപ്പോഴും ഞാൻ ചൊല്ലിയല്ലോ തെറ്റാതെ എഴുതിയതാ. വിമാനം കാണാനാ. ഞാൻ കൃപ പോസ്പിറ്റി ഒന്നും പറയില്ല കേട്ടോ. എൻ്റെ ദൈവമേ, വിമാനത്തിലിരുന്ന് എൻ്റെ ഊപ്പാട് വന്നു. അത് ഈ പുസ്തകം എടുത്തത് കൊണ്ടാണ് കേട്ടോ. യേശുവിനെ എൻ്റെ ഫാദറിന് കല്ലുഷാപ്പിലെ ജോലിയാ. ഞാൻ ആ പരുവത്ത് വല്ലം വരികയാണ്, എന്നെ ആരിലും മാനിക്കുമോ? സ്തോത്രം. ഈ പുസ്തകം എടുത്ത് യേശുവിനെ അറിഞ്ഞതാ. വിമാനത്തിൽ ഇനിയിപ്പോൾ 22-ാം തീയതി അമേരിക്കയ്ക്ക് പോവാ. ഇനി വെപ്രാളമായി ഇരുന്ന് ഊപ്പാട് വരിക. എടുത്ത് ആടാൻ പറ്റുമോ? സ്തോത്രം. പ്രോസ്പെരിറ്റി പറഞ്ഞതല്ല. അനേക ഇടങ്ങളിൽ ദൈവം എന്നെ അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ലണ്ടനിലും സ്കോട്ട്ലൻഡിലും ഒക്കെ ദൈവം ഈ സുവിശേഷമായിട്ട് അയച്ചത്. സ്തോത്രം. ചെറിയാച്ചൻ്റെ പാട്ട് എൻ്റെ ഉള്ളിൽ പിന്നെ വരിക. ഭാഗ്യവശാൽ പാപിയാ ഞാൻ രക്ഷിതനായി പാപശിക്ഷകൾ പോക്കി സ്വർഗസുഖമണുവളവും അനുഭവമാക്കാൻ സ്വർഗസുഖം അണുവളവും അനുഭവമാക്കാൻ യോഗ്യതയില്ലകതിയെന്നീ കൽപ്പവും ഓർക്കിൽ ഭാഗ്യവശാൽ പാപിയാ ഞാൻ രക്ഷിതനായി പാപശിക്ഷകൾ പോക്കി. ഭാഗ്യവശാൽ പാപിയാ ഞാൻ രക്ഷിതനായി പാപശിക്ഷകൾ പോക്കി. കൃപയാൽ ഇതിനകത്ത് വന്നതാ. ഒരിക്കൽ സണ്ണിച്ചാൻ്റെ അവിടെ സൗദിയിലാണ്, ഗോപാറ താമസം. അവിടെ ഒരു നമ്മുടെ ഉണ്ണിച്ചാൻ്റെ അവിടെ ആണെന്ന് തോന്നുന്നു. ചെന്ന് ഞാൻ ഇങ്ങനെ 1-2 ശ്ലോകമൊക്കെ ചൊല്ലി വേദഭയാനമൊക്കെ പറഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു യോഗത്തിന്. നല്ല മാനിക്കപ്പെട്ടൊരു മാന്യ സ്ത്രീ. അവർ യോഗം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്ക വന്ന് ചോദിച്ചേക്കുക, മലയാളമായിരുന്നു ഐച്ഛിക വിഷയം. ആരുടെ ഐച്ഛികം?
10ാം ക്ലാസ് ജയിച്ചിട്ടില്ല, പിന്നെ ഐച്ഛികം. എന്നോട് മലയാളമായിരുന്നോ? ഞാൻ പറഞ്ഞു ഐച്ഛികമെന്ന് ചോദിച്ചിട്ട് തന്നെ പിടി കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ 10ാം ക്ലാസ് ജയിച്ചതല്ല. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഞാനാ പറഞ്ഞു എഴുതാ ജയിക്കാന്ന് എനിക്കല്ലേ അറിയാവുള്ളൂ. കിട്ടിയ മാർക്ക് എത്രയാന്ന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അതൊന്നും പൊതുവെ പറയാൻ കൊള്ളുകയല്ല. സ്തോത്രം. അതിന് പുള്ളിക്കാർ പറയും ഞാൻ കോളേജിൽ പഠിപ്പിച്ച ഭാഗമാ പാസ്റ്റർ എന്ന് പ്രസംഗിച്ച് പറഞ്ഞെന്ന്. സ്തോത്രം. ഒരു യോഗ്യതയില്ലാഞ്ഞ് എന്നെ എൻ്റെ ദൈവം ഇത്രത്തോളം കൊണ്ടുവന്ന് ഇത് സുവിശേഷം എടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഹൃദയം തുറന്നത്. എനിക്ക് ഭൗതികമൊന്നും വിഷയമല്ല. ഹൃദയം വീട്ടിൽ നിന്ന് അന്വേഷിച്ച് നോക്കണം. നീ പുള്ളിക്കാരി ബഹളമായ ഇടയ്ക്കിടയ്ക്കൊക്കെ. പിന്നെ സ്ത്രീകളല്ലയോ, അത് ഈ നാശം പിടിച്ച കുറേ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അവളുമാർ പറയും ഞങ്ങൾ വീട് വെച്ച് കേട്ടോ സിസ്റ്ററെ, വീട് വെച്ച്. അത് അവളോട് എന്ന് പറയാം. അവൾ എന്നെ അസ്വസ്ഥതയാണെന്നറിയാം. ഞാൻ അനുഭവിക്കുന്ന മനോവേദന. എന്നാ ഈ കോടാലി കേസൊക്കെ ചെന്ന് പറയാതിരിക്കണ്ടേ? കാല് പറഞ്ഞ കുറേ പെണ്ണുങ്ങളുണ്ട്. ഞങ്ങൾ വീട് വെച്ച് സിസ്റ്ററെ, ഏതും പോരാത്ത അവളോട്. അയ്യോ, പിന്നെ ഞാൻ ഈ തടി ഊരി പോരുന്നതൊക്കെ എങ്ങനെയാണെന്ന്. പിന്നെ തടി ഊരി പോരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പഴയ പാട്ട് പാടിയാണ് രക്ഷപ്പെടുന്നത്. ഒരിക്കൽ ഞാനൊരു ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അവൾ പയ്യ അടുത്ത് വന്നിരിക്കുക. ഭക്ഷണം തന്ന് ഭക്ഷണം കഴിച്ചേച്ച് ഞാൻ അകത്ത റൂമിൽ വന്ന് വേറെ ദിവസമൊക്കെ വായിച്ചപ്പം കുടുംബകാര്യം പറഞ്ഞിങ്ങനെ വന്ന കൂട്ടത്തിൽ നോട്ട് വന്നിച്ചൊരു സാരിയുടെ വിഷയം എടുത്തിട്ടു. അപ്പം പകല് സഭയിൽ ചെന്നപ്പോൾ ഏതോ ഒരുത്തി എടുത്തോണ്ട് വന്നതാ. എവളുമാർക്ക് ഞായറാഴ്ച വെള്ളം എടുത്തോണ്ട് വന്നാൽ പോരെ പോരെ. അതിന് ഞാനിപ്പോൾ ഞങ്ങളുടെ സഭയിൽ പറഞ്ഞ് വെള്ളം എടുക്കാതെ ഒരെണ്ണം ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് പറഞ്ഞു. വെള്ളം എടുക്കാതാണ് ഉണ്ടാണ്ട് അവിടെ ഒരു സഭയുണ്ട്, അപ്പുറമുണ്ട്, അങ്ങോട്ട് പോക്കണമെന്ന് പറഞ്ഞു. വണ്ടിക്കൂലിയും തരാം. നാളെ കാണുമ്പോൾ മിണ്ടുകയും ചെയ്യണം, മിണ്ടാതെയും പോകരുത്. ഇവിടെ വെള്ളം മതി, കാരണം എല്ലാവരും ഒരേ രീതി മതി. ഏതോ ഒരുത്തി ഒരു വിലയേറിയ സാരിയാ, അത് അവൾ കണ്ടു വന്നു വെച്ചു. അതെല്ലാം പറഞ്ഞ് നോട്ടറി വന്നിരിക്കുക. ഞാൻ ഒരു തരത്തിൽ ദിവസം വായിച്ചപ്പോൾ അടുത്ത് നിന്ന് വർത്താനം പറഞ്ഞ് സാരിയുടെ കഥ എടുത്തിട്ട് അതിൻ്റെ വിലയൊക്കെ മനസ്സിലാക്കി, കടയും മനസ്സിലാക്കി. മേടിച്ച് തരണമെന്നായി പറഞ്ഞത്. തരാമെന്നും പറഞ്ഞില്ല, തരികയില്ലെന്നും പറഞ്ഞില്ല. കാരണം തരാമെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ കിടത്തി ഉറക്കുകയില്ല വെളുപ്പിനെ. പിന്നെ തരികയില്ലെന്ന് പറഞ്ഞാൽ ഉറങ്ങാനും ഒക്കത്തില്ല. ഞാനും ബുദ്ധിയോടാണ് ഇടപെടുന്നതേ. ഞാൻ അന്നേരം വേറെ ദിവസമൊക്കെ വായിച്ചിരുന്നു. പിന്നെ കുറേ നേരം ഇന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കക്ഷി പ്രാർത്ഥിച്ച് ചെങ്ങി കിടന്നു. ഞാനും വേറെ ദിവസം വായിച്ച് പ്രാർത്ഥിച്ചു ഞാനും കിടന്നു. വെളുപ്പിനെ എഴുന്നേറ്റ് ഞങ്ങൾ പാട്ട് പാടി പ്രാർത്ഥിക്കും. ഞങ്ങൾ രണ്ടും കൂടെ പാട്ട്, പഴയ പാട്ടായി പാടുന്നത്. അപ്പം പാട്ട് പാടിയപ്പം ഞാൻ നല്ല കൊള്ളിച്ച് പാടും. പിന്നെ അവ രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ പാട്ട് പാടി, വീടുമില്ലാരുമില്ലൊന്നുമില്ലേ ലോകത്തിൽ നമുക്ക് നോർക്കുക നീ, വിട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്നു തോന്നുന്ന സകലത്തെയും. എന്നേക്കാൾ നന്നായിട്ട് പുള്ളിക്കാരി പാടും. പാട്ട് പാടി അത് കഴിഞ്ഞപ്പോൾ ഒരു 5-6 പാട്ടൊന്നും പാടും കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഒരു പാട്ടുകൂടെ ഞാൻ എടുത്തിട്ട് പേരിശ്ശേരി മത്തായി ചെന്നതാ. നാടില്ല വീടില്ല കൂടുമില്ല, കൂടെ വരാനേറെ ആളുമില്ല, മോടിയുള്ള വസ്ത്രം മേനിമേൽ ചുറ്റുവാൻ, മോടിയുള്ള വസ്ത്രം മേനിമേൽ ചുറ്റുവാൻ, ഏനാമില്ലെങ്കിലും ആനന്ദമേ നമുക്ക് പോകാം ഇനി നമുക്ക്. അപ്പൊ ഈ പാട്ടുകൂടെ പാടി രണ്ടാമത് പാടി. പിന്നെ വേറെ ഒരു പാട്ടുകൂടെ ഞാനങ്ങ് പാടി. 5-6 പാട്ട് പാടുന്ന കൂട്ടത്തിലാണ്. ഈ മരണ വീട്ടിൽ ചിലർ പാടുന്ന ഞാൻ എപ്പോഴും പാടും. ഒന്നും നാമികെ കൊണ്ടു വന്നില്ല, ഒന്നും കൂടാതെ പോകും, സമ്പാദിച്ചതു പിൻപിൽ തള്ളണം, നമ്പിക്കൂടല്ലേ ലോകം, ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും. അപ്പൊ ഈ പാട്ടും എല്ലാം പാടി വേറെ 1-2 പാട്ടുമൊക്കെ പാടി ആരാധിച്ചു കഴിഞ്ഞപ്പം പ്രാർത്ഥന കഴിഞ്ഞ ഞാൻ ചോദിച്ചു സാരി വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നലെ വൈകിട്ട് മേടിച്ചു തരാം, ഉള്ളതൊക്കെ മതിയെന്ന് പറഞ്ഞു. ഉണ്ടോ ഞാൻ രക്ഷപ്പെടുന്നത്? അതാ ഈ പഴയ പാട്ട് പഠിക്കാൻ വേറൊരു കാരണവും കൂടെ. ഇതൊക്കെ നല്ല സന്ദർഭത്തിൽ കൊടുക്കുമ്പം
നീ പാടുന്നതെന്നും എൻ്റെ വീട്ടിലാഹാരം. അവള് നിന്നെ തറയെ നിർത്തുകയല്ല, അവള് നിന്നെ കട്ടകാരം മുള്ളിൽ കൂടെ കയറ്റും. നീ ആ പാട്ട് പാടി ഇവിടെ കിടന്ന് തുള്ളിയ എന്നെ കണ്ടുപിടിക്കടാ. പഴയ പാട്ടതല്ല കൊള്ളിച്ച് പാടുമ്പോൾ അതോട് ഒതുക്കുകയല്ലയോ. സ്തോത്രം. പഴയ പാട്ടിന് എന്തോ ചൈതന്യം. തന്നെയല്ല, ഇത് നിർമ്മിത കഥ പറയുന്നതല്ല. ഇവിടുത്തെ ഈ മോടിയുള്ള വസ്ത്രവും ശരീരത്തിന്റെ സൗന്ദര്യവും നിന്റെ പണവും നിന്റെ പ്രതാപവും നിന്റെ പ്രശസ്തിയൊക്കെ നശിച്ചു പോകുന്നതാ. നിലനിൽക്കുന്ന ഒന്നുണ്ട്. ഇവിടുത്തെ ഈ പത്രാസം പുറപടിയെല്ലാം മരണം കൊണ്ട് തീരും. ഇതിനപ്പുറം ഒരു ജീവനമുണ്ടെന്ന്. അത് യേശു ക്രിസ്തുവിനോട് കൂടെ ആകണം. അപ്പൊ ഓടിച്ച് അവസാനിപ്പിക്കുക. ഇന്ന് 10:30 യോഗം നിർത്തുമെന്ന ഞാനും മച്ചാനും തമ്മിലുള്ള ധാരണ. അപ്പൊ അത് 10:30 തന്നെ നിർത്തും. നാളെ നമുക്ക് ഇങ്ങനെ ഒരു യോഗം ഇല്ലല്ലോ. പിന്നെ ഇതിന്റെ ബാക്കി ഭാഗം വെള്ളിയാഴ്ച ഇവിടെ ഈ ഹോളിൽ വെള്ളിയാഴ്ച 8 മുതൽ 10 മണി വരെ കർത്താവ് വരാൻ താമസിച്ച ആയുസ് വാരി കൊണ്ട് ഇവിടെ ഞാൻ കാണും. അപ്പൊ ഇന്ന് തീരാത്ത ഭാഗം അന്ന് എടുത്ത് തീർക്കും. ഏതായാലും ഇത് തീർത്തേച്ചേ ഞാൻ ഇവിടുന്ന് സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക. അതുകൊണ്ട് 10:30 മുമ്പ് ഇന്ന് രാത്രിയുടെ യോഗം തീരും. 10:30 ആശീർവാദം പറഞ്ഞിരിക്കും. നിങ്ങൾ സഹകരിക്കും. ഒത്തിരിയും ദൈവമക്കൾ വന്നെല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക. ഈ കർത്താവ് ശിഷ്യന്മാർ ഈ വീട്ടിൽ കയറി. ശിഷ്യന്മാർ പറഞ്ഞു, ഏതായാലും നമ്മള് ഈ പുള്ളിയുടെ കൂടെ കൂടിയത് കൊണ്ട് ഇത് കാണാനെങ്കിലും. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു, കാണേണ്ടതെല്ലാം പെട്ടെന്ന് കണ്ടോന്ന് പറഞ്ഞു. അതിന് പുള്ളി അപ്പം നുറുക്കി വെച്ച് വെള്ളിലോട്ട് ഇറങ്ങുമ്പോൾ പുള്ളി നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ ഇതിനകത്ത് നിന്ന് പുള്ളി ഉള്ളത് കൊണ്ടാണ് നമ്മളെ, അതാ സത്യം, യേശു ഉള്ളത് കൊണ്ടാണ് നമ്മളെ മാനിക്കുന്നത്. ഞാൻ എല്ലായിടത്തും പറയാം, ആരെങ്കിലും പച്ചവെള്ളം തരുന്നെങ്കിൽ, വീട്ടിൽ കയറ്റുന്നെങ്കിൽ, 10 രൂപ തരുന്നെങ്കിൽ, അവൻ കൈ തരുന്നെങ്കിൽ, വണ്ടിയെ കയറ്റുന്നെങ്കിൽ കൊണ്ടുവന്ന കുടുംബശ്രേഷ്ഠത കൊണ്ടല്ല, യേശുവിനെ അറിഞ്ഞത് കൊണ്ടാ. യേശുവിനെ അറിഞ്ഞത് കൊണ്ടാ. അയ്യോ, ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ ബഹുമാനിക്കും. എന്ത് ബഹുമാനമാ! ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. വിലയേറിയ വണ്ടിയല്ല ഭാര്യയും ഭർത്താവും കൂടെ വരുന്നത്. ഭാര്യ ഉടനെ ഫ്രണ്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങും. പാസ്റ്റ് അങ്ങോട്ടിരിക്കാൻ പറയും. ഞാൻ പറയാൻ വിട്ടിരുന്ന ഞാൻ പുറകിരുന്നോളാം. നദി ബെൽറ്റ് ഒക്കെ ഇടുന്ന ബുദ്ധിമുട്ടാണ്. ഇല്ല, അങ്ങോട്ട് നാളൊരു സൗകര്യം പറഞ്ഞു അങ്ങോട്ട് കയറിയിരിക്കാൻ പറഞ്ഞു. ഞാൻ സൂസമ്മ അവിടെ ഇരുന്നോ, ഞാൻ പുറകിരുന്നോളാം. ഇരുത്തിയാൽ മതിയല്ലോ. ഞാൻ ഇവിടെ ഇരുന്നോ, മുന്നിൽ. ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കും, ഞാൻ പുറകിരുന്നോ. കയറിയിരുന്നു. അവരുടെ വണ്ടി, അവരുടെ കാശ് കൊടുത്ത് മേടിച്ചത്, എന്നെ ഒന്ന് ഇരുത്തിയാൽ എന്നാലും അങ്ങനല്ല, ബഹുമാനിക്കുക. ഫ്രണ്ടിലോട്ടിരിക്കാനാ പറഞ്ഞു. പിന്നെ ചില അവളുമാരുണ്ട് ബെൽറ്റ് വക്കിയിട്ട് അവിടെ തന്നെ, അവിടെ ബെൽറ്റ് ചെയ്യാൻ യോഗത്തിന് ഊരും. നമുക്ക് അതിന്റെ വകുപ്പ് അറിയാം. നിന്റെ ബെൽറ്റ് യോഗം കഴിയുമ്പോൾ തന്നെ ബെൽറ്റ് ഊരിയടിച്ച്. അനേക ബഹുമാനിക്കപ്പെട്ട സ്ത്രീരത്നങ്ങളുണ്ട്, സഹോദരിമാർ. അതെല്ലാം ദൈവത്തെ ബഹുമാനിച്ചത് കൊണ്ടാണ്. നമ്മുടെ കാര്യവും ശ്രേഷ്ഠത കൊണ്ടല്ല, യേശുവിനെ അറിഞ്ഞതാ. ഇന്ന് രാത്രി നിനക്ക് മാന്യത വേണമെങ്കിൽ, അന്തസ് വേണമെങ്കിൽ, അവൻ നിനക്ക് ശ്രേഷ്ഠത വേണമെങ്കിൽ, അത് യേശുവിനെ അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തുവിൽ കൂടി അല്ലാതെ മറ്റൊരു പോംവഴിയില്ല. രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ, മോക്ഷം പ്രാപിക്കുവാൻ, രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി യേശു ക്രിസ്തു മാത്രം. ഞാൻ ഓടിച്ചെന്റെ വാക്കുകളൊക്കെ നിർത്താൻ കർത്താവിന് മഹത്വം. അപ്പോൾ ഈ വീട് കണ്ടിവര് ആകെ. അപ്പം ശിഷ്യന്മാര് പറഞ്ഞു, എന്നാ പെട്ടെന്ന് കണ്ടു. ഒരു വിഷയം പറഞ്ഞു, ഏതായാലും പുള്ളി ഇവിടുന്ന് പോകുന്നല്ലേ. കഴിഞ്ഞ യോഗത്തിന് പുള്ളി പറഞ്ഞു ലോകത്തിൽ നിന്നേ പോകാമെന്നാ. കഴിഞ്ഞ യോഗത്തിന് ഞാൻ കേട്ടായിരുന്നു. പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ ലോകം എന്നെ, നിങ്ങൾ എന്നെ കാണുമെന്നൊക്കെ പുള്ളി പറയാൻ കേട്ടു. ഒരു ശിഷ്യൻ പറഞ്ഞു, ഏതായാലും വെച്ചാൽ നമുക്കിതൊക്കെ കാണാനേ വിധിച്ചിട്ടുള്ളൂ, ഇങ്ങനത്തെ വീടുകളൊക്കെ. അല്ല, അമ്മക്ക് ഇത്ര വീടൊന്നും ഇനിയിപ്പോൾ കിട്ടാനും സാധ്യതയില്ല. ഇങ്ങനെ ഹൃദയം കലങ്ങി. ഈ വീടും കൂടെ കണ്ടായി കലങ്ങിയത്. ഇത് കർത്താവ് അറിഞ്ഞു ഈ ഹൃദയം കലങ്ങിയത്. അതുകൊണ്ടാണ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം ഈ കലങ്ങിയത്. എന്തിനാന്ന് ചോദിച്ചാൽ ഈ വീടിന്റെ പണിയും മെച്ചവും നഗരത്തിലേ അല്ലേ കണ്ട് കലങ്ങി. കർത്താവ് സർവജ്ഞാനി കണ്ടേച്ച് കർത്താവ് പറഞ്ഞു ഹൃദയം കലങ്ങരുത്. ഞാൻ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്റെ പിതാവിന്റെ ഭവനം. അപ്പൊ പിതാവിന്റെ ഭവനത്തെ പറ്റി ഉടനെ പറയാൻ കാര്യം, ഈ വീട് കണ്ടിവര് കലങ്ങിയിരിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് കലങ്ങരുത്, ഞാൻ വേറൊരു വീടൊരുക്കാൻ പോവാ എന്ന് പറഞ്ഞാൽ ഈ വീട് മണ്ണും ഇഷ്ടികയും കമ്പി സിമെന്റും മെറ്റലും ഭൗതിക മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാ. എന്നാൽ ഞാനൊരു വീടൊരുക്കാൻ പോകുന്നത് ആർക്കും അപകരിക്കാൻ പറ്റാത്തതാ. അത് തങ്ക നിർമ്മിതമാ, രത്നനിർമ്മിതമാ, സ്വർണ്ണ നിർമ്മിതമാ. അതിന്റെ പണിയൊക്കെ വലിയ മെച്ചമായ പണിയാ. അത് അങ്ങ് ഉയരത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ വീട് ലത്തൂറിലെ ഭൂകമ്പം പോലെ ഒന്ന് വന്നാൽ മുഴുവൻ പപ്പടം പോലെ പൊടിക്കും. എന്നാൽ അങ്ങൊരു വീട് ഞാൻ ഒരുക്കുന്നുണ്ട്. സ്തോത്രം. ആ വീട്ടിൽ നിങ്ങളെ ചേർക്കും. പാടാൻ വയ്യ, എന്നാലും പാട്ട് വരിക. GPM-കാര് പണ്ടൊരു പാട്ട് പാടുമായിരുന്നു. എനിക്കൊന്ന് GG സാമിന് അറിയാമെന്ന് തോന്നുന്നു. വിടന്നൊരുക്കി വിണ്ണിൽ വേഗം വരും തേജസ്സിൽ എന്നൂര ചെയ്ത് പോയ എൻ പ്രാണനാഥൻ
വീടൊന്നൊരുക്കി വിണ്ണിൽ വേഗം വരും തേജസ്സിൽ എന്നൂരാ ചെയ്തു പോയ കുമാറുകില്ല താമസിക്കുകില്ല വാക്തം പോൽ വാനിൽ വെളിപ്പെടുമേ വാക്ക് മാറുകില്ല താമസിക്കൂ യേശുവേ ഞാൻ കണ്ടിടുന്നു കൺമണി പോലെന്നെ കാക്കുന്നോനായി കൃപയിൻ നിറവായി കരുണമയനായി കാരുണ്യവാനായി രക്ഷകനായി കൃപയിൻ നിറവായി കാരുണ്യവാനായി വീടൊന്നൊരുക്കി വിണ്ണിൽ വേഗം വരും തേജസ്സിൽ എന്നൂര ചെയ്ത് പോയ എൻ പ്രാണനാഥൻ ഓ വീടൊന്നൊരുക്കി വിണ്ണിൽ അപ്പൊ ശ്രദ്ധിക്കുക കർത്താവ് പറയുക നിങ്ങൾ ഈ വീട് കണ്ട് കലങ്ങരുത് ഞാൻ വേറൊരു വീടൊരുക്കാൻ പോവുക ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ തിരിച്ചു വന്ന് നിങ്ങളെ എന്റെ അടുക്ക ചേർക്കും ഓടിച്ചവസാനിപ്പിക്കുക യേശു ക്രിസ്തു വീണ്ടും വരും ഒന്നാമത്തതിൽ പറഞ്ഞയച്ചാ പോയത് രണ്ടാമത്തെ ഒരു എല്ലാം പറയുന്നില്ല ബാക്കി വെള്ളിയാഴ്ച വൈകിട്ട് പറയാം ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് നീ പോയിന്റ് പറഞ്ഞില്ലേ നിങ്ങൾ പറയും പോയിന്റ് ആയിട്ടൊന്നും ഞാനൊരു പോയിന്റ് കൂടെ തരാം യേശു ക്രിസ്തു വീണ്ടും വരും രണ്ടാമത്തെ ഒരു തെളിവായ കർത്താവും ശിഷ്യന്മാരും കൂടെ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ വന്നിച്ചു ഗുരു നിന്റെ വരവിനും ലോകാവസാനത്തിനും അപ്പം ഒത്തിരി അടയാളങ്ങൾ അവിടെ പറഞ്ഞു അടയാളങ്ങൾ ഒത്തിരി പറഞ്ഞു ആ അടയാളങ്ങൾ ഒത്തിരി പറഞ്ഞ കൂട്ടത്തില് മഹത്വപ്രത്യക്ഷത അവിടുത്തെ വിഷയം എങ്കിലും ഞാൻ അതിനോട് ബന്ധപ്പെട്ടൊരു കാര്യം അങ്ങ് പറയുക മേഘപ്രത്യക്ഷതയും മഹത്വപ്രത്യക്ഷതയാണല്ലോ 24 മഹത്വപ്രത്യക്ഷതയാ എങ്കിലും കർത്താവ് പറഞ്ഞൊരു പദം നോഹയുടെ കാലം പോലാകും മനുഷ്യപുത്രന്റെ വരവ് വായിച്ച 24:37 മത്തായി നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു വിറ്റുനട്ടും തിന്നും കുടിച്ചൊന്നും അറിയാതെ അവർ പാർത്തിടുന്നു പിന്നെ പോകും ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുക അച്ഛാ അത് നന്നായി അവൻ എന്നെ വെറുതെ വിട്ടോളുമല്ലോ ഇംഗ്ലീഷ് മനസ്സിലാകാഞ്ഞതുകൊണ്ട് അപ്പൊ ശ്രദ്ധിക്കുക മനുഷ്യപുത്രന്റെ വരവ് നോഹയുടെ കാലം പോലെ ഇത് നിന്ന് വിസ്തരിക്കേണ്ടതാ ഒരു പോയിന്റ് പറഞ്ഞങ്ങ് നിർത്താം നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത നോഹയുടെ കാലത്തിന്റെ ഒരു പ്രത്യേകത അവിടെ വിറ്റും നട്ടും തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം അപ്പൊ തിന്നുക കുടിക്കുക പണിയുക നടുക വിൽക്കുക എടുക്കുക ഇതൊക്കെയാണല്ലോ നോഹയുടെ കാലത്തിന്റെ രീതി എന്ന അവിടുത്തെ പ്രതിപാദ്യ പക്ഷേ എന്നാൽ അതിനകത്ത് മറഞ്ഞിരിക്കുന്ന വേറൊരു മർമ്മം പറഞ്ഞങ്ങ് നിർത്താം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാ വേറൊരു വിഷയം നോഹയുടെ കാലത്തിന്റെ ഒരു പ്രത്യേകത ആണ്ടാ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 25-26 വാക്യം വായിക്കാം ആ കണ്ണിക തുടങ്ങുന്നത് ആറാം തന്റെ ഭാര്യയെ പിന്നെയും പരിഹരിച്ച് അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു കയ്യൻ കൊന്ന ഹാബേലിന്റെ പകരം ദൈവം എനിക്കൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞവന് ശേത്തിന് പേരിട്ട് ശേത്തിന് ഒരു മകൻ ജനിച്ചു ഏനോശ് അടുത്ത വാക്യം യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി അപ്പോൾ ഏനോശിന്റെ കാലത്ത് ആരാധന തുടങ്ങി ഇത് നോഹയുടെ കാലം കൂടെ ചേർത്ത ആദാം ശേത്ത് ഏനോശ് കേനാൻ മഗലേൽ യാരദ് ഹാനോക്ക് മധുശലേക്ക് ലാമക്ക് നോഹ അങ്ങനെയാണല്ലോ 10 തലമുറ 900 920 930 ഒക്കെ വർഷങ്ങൾ ജീവിച്ചിരിക്കുക അപ്പം ഇവരെല്ലാം കാലങ്ങളിൽ പെട്ടതാണ് ആടാം മുതൽ നോഹ വരെ 10 തലമുറ നോഹ മുതൽ അബ്രഹാം വരെ 10 തലമുറ അബ്രഹാം മുതൽ ദാവീദ് വരെ 14 ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14 ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 3 14 2 10 2 10 20 3 14 42 42 20 62 ആദാം മുതൽ ക്രിസ്തു വരെ എണ്ണപ്പെട്ട തലമുറ 62
അപ്പൊ ആദാം, ശേത്ത്, ഏനോശ്, കേനാൻ, മഗലൽ, യാരദ്, ഹാനോക്ക്, മധുശരക്, ലാമക്ക്, നോഹ, ഷേമെ, ഹാമ, യാബത്ത്, രയൂബ്, ബെരുഗ്, ശെരൂഗ്, അങ്ങനെ നാട്ടമ്മൻ, നാഹോർ, തേരക്, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യഹൂദ, പേരസ്, ഗസ്രോൻ, നഗസ്രോൻ, അമ്മീനാഥ്, ഓബേദ്, ഇശാ, ഇങ്ങനെ തലമുറയുടെ ചരിത്രം. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ഏനോശിന്റെ കാലത്ത് യഹോവയുടെ നാമത്തുള്ള ആരാധന തുടങ്ങി. എല്ലായിടത്തും ആരാധനയാണ്. ഏനോശിന്റെ കാലത്താണ് തുടങ്ങിയത്. ഓടിച്ചു പറയാം, ഈ ഏനോശിന്റെ കാലത്ത് ആരാധന ഇപ്പൊ എല്ലായിടത്തും ആരാധന തുടങ്ങല്ലേ. വർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തെന്നാ പറഞ്ഞത്. ഇഞ്ചന പ്രൈസ് ആൻഡ് വർഷിപ്പ്, വർഷിപ്പ് ലീഡർ. ഇവരെ ഒരുമാതിരി മര്യാദയ്ക്ക് ഡ്രസ്സ് ധരിക്കുകയും മുഖമൊക്കെ, ഇത് ഞങ്ങളുടെ മാസ്റ്ററുടെ മോനാ, ഇവരൊന്നും കുഴപ്പമില്ല. ചില വാർതാനൊക്കെ വന്ന് സ്റ്റേജിൽ നിൽക്കുന്ന കാണണം. ഇറുകി പറ്റിയൊരു ജീൻസ്, 10-12 പോക്കറ്റ്, മാലും മള്ളിയും, പിന്നെ മുടി റബ്ബർ ബാൻഡ്. അവൻ ഇങ്ങനെ അടിക്കുമ്പോൾ അതിങ്ങനെ എലിവാല് പോലെ. അവനാണ് വർഷിപ്പ്. അതിനെ മറ്റേ പുള്ളി വെട്ടിയിട്ടാന്ന് ഇവനെ കാണുമ്പോൾ തന്നെ വലിയ ബാധകളാ. കാല് പറഞ്ഞവനെ ഒന്നും സ്റ്റേജിൽ കയറ്റരുത്, ഓടാന്ന് പറയണം. വിശുദ്ധന്മാരിക്കുന്നിടത്ത് അതിന് യോഗ്യതയുണ്ട്. മാന്യമായിട്ട് യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കാത്തവരെ വിശുദ്ധന്മാരുടെ സ്റ്റേജിൽ കയറ്റരുത്. ഈ പോകാൻ പറയണം. ഇത് കൊലകൊമ്പനാന്നേലും പറയാൻ ആംബിയർ വേണം. സാഹിബിനെ കാണുമ്പോൾ ഡാഷ് മറക്കരുത്. ഇപ്പൊ ഇത് കെട്ടടിച്ച് വിട്ടേക്കല്ലേ. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലായിടത്തും അങ്ങ് ആരാധന. അപ്പൊ ഭയങ്കര വർഷിപ്പാ. നിങ്ങളോട് ചിന്തിച്ചാൽ ഇത് മണിക്കൂറുകൾ എടുക്കേണ്ട കാര്യം വന്ന് നിർത്തുക. വർഷിപ്പ് തുടങ്ങി, ആരാധന തുടങ്ങി. ആരാധന ഒരു വശത്ത് തുടങ്ങുമ്പോൾ തന്നെ മ്ലേച്ഛതയും അതുപോലെ വർദ്ധിക്കുക. ആരാധനയ്ക്ക് ഒരു കുറവും. അപ്പൊ തന്നെ ആരാധന കഴിഞ്ഞ് മ്ലേച്ഛതയാ. 3 മണിക്കൂർ ആരാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി ഉണ്ട്. നോഹയുടെ കാലത്തിന്റെ ഒരു പ്രത്യേകത, ബോധിച്ച പോലെ നടന്ന ആറൽ. ഇപ്പൊ അങ്ങനല്ലേ, ബോധിച്ച പോലല്ലേ. ഇഷ്ടമുണ്ടേ വരാം, വന്നില്ലേ ആരും ചോദിക്കാനില്ല. വെള്ളിയാഴ്ച, ഇവിടെ വെള്ളിയാഴ്ച, നാട്ടിൽ ഞായറാ, ഇഷ്ടമുണ്ടേ വരാം, ഇടയ്ക്ക് വേണേൽ ഇറങ്ങി പോകാം. സ്വോത്രകാഴ്ച ഇട്ടേച്ചല്ലേ പോകും, കാരണം പാസ്റ്റർക്ക് സങ്കടം വരാതിരിക്കാൻ. ആട്ടെ, ഇഷ്ടമുള്ളത് പോലല്ലേ. തോന്നുമ്പം വരിക, തോന്നുമ്പോ പോകുക. ബോധിച്ച പോലെ നടക്കുക. ഒന്ന് ബോധിച്ച പോലെ നടക്കുന്ന ജനം. പിന്നെയാണ് ലാമക്കിനെ പറ്റി പറയുന്ന ബഹുഭാര്യത്വമാ. 4:16 ഒന്ന് വായിച്ചേ. അങ്ങനെ 19 വായിച്ചേ. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ലാമക്ക് 2 ഭാര്യമാരെ എടുത്തു. കണ്ടോ? ഒരിക്കൽ ഞാൻ പ്രസംഗിച്ചപ്പോ ഒരു പയ്യൻ ചോദിച്ചു, എടുത്തോന്ന് ചോദിച്ചു. ഫ്രണ്ടിൽ നിന്ന് എന്നോട് ചോദിക്കാം, എടുത്തു. അപ്പൊ അവന്റെ ബുദ്ധി പോയത് ഓർക്കണം. നമ്മളോർക്ക് ഇതൊക്കെ കൊച്ചുങ്ങളാന്ന്. ഇതൊക്കെ കൊച്ചുങ്ങളാണോ ഇത് വല്ലോ? അയ്യോ, അല്ല, കൊച്ചു എന്നോട് ചോദിക്കാൻ ഫ്രണ്ട്. 2 ഭാര്യമാരെ എടുത്തെന്ന് പറഞ്ഞാൽ 2 വിവാഹം കഴിച്ചെന്ന്. അവർക്ക് 4 പിള്ളേര്. യാബാൽ, യൂബാൽ, തൂബൽ, കയ്യൻ, പെങ്ങള്, നയമ. വിസ്തരിക്കാൻ നേരമില്ല. ആരാധനയ്ക്ക് ഒരു കുഴപ്പമില്ല. അപ്പം 2-3 കെട്ടിയച്ചായിരിക്കുന്നത്. ആരാധനയ്ക്ക് മഞ്ഞം വല്ലതും ഉണ്ടോ? 2-3 കെട്ടുക. പിന്നെ ഗുണ്ടായുസം, ഇരുമ്പും ചെമ്പും കൊണ്ടുള്ള ആയുധം. പിന്നെ ഇൻസ്ട്രുമെന്റ്സ് നന്നായിട്ട് കൈകാര്യം ചെയ്യും. അതാ വേണുവും കിന്നരും. ഇവരൊക്കെ പിന്നെ മര്യാദക്കാർ. ചിലതിനെയൊക്കെ ഒന്ന് കാണണം. നിങ്ങൾ ഇവര് കൂടെ പാടുന്നുണ്ട്, ചില അവന്മാര് പാടുകയല്ല. ആരാധനയോട് ഇവർക്ക് താല്പര്യമില്ല. അവരുടെ നല്ല കല്ലമുള കിട്ടും. ബാക്കി ഞാനൊന്നും പറയുന്നില്ല. എടാ, ദൈവത്തെ ആരാധിക്കാൻ വരുന്നവൻ ദൈവത്തെ ആരാധിക്കണം. ആരാധനയ്ക്ക് അയ്മേനും തിരുമേനിയില്ല. ബാലനും വൃദ്ധനും യുവാവും എല്ലാം ദൈവത്തെ ആരാധിക്കണം. ഇവിടെ പൊസിഷൻ ഒന്നും വിഷയമല്ല. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. 2 ഭാര്യയും വെച്ചുകൊണ്ടിരിക്കുന്നവൻ. ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞ ഭയങ്കര ഇൻസ്ട്രുമെന്റ്സ്. പിന്നെ ടെന്റ് മേക്കർ. ഒന്ന് വായിച്ചേ സഹോദരി, ഒന്ന് വായിച്ചേ. 4:19 മുതൽ വായിച്ചേ. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തേക്ക് ആദയെന്നും മറ്റേ സില്ലയെന്നും പേര്. അടുത്തത് മോനാണ് യാബാൽ. അവൻ കൂടാരവാസികൾക്കും കൂടാരവാസി, ടെന്റ് മേക്കർ. ടെന്റ്. അവൻ ടെന്റ് അടിച്ചാ യോഗം നടത്തുന്നത്. ടെന്റ് അടിക്കും. കോട്ടയത്തും കൊടയക്കനാലൊക്കെ ടെന്റ് അടിച്ചു പോയ ഭയങ്കര ആളാ. ടെന്റ് മേക്കർ. കൊട തെറ്റി നിൽക്കുക, എന്നാലും ടെന്റ് അടിക്കും. 10 ഗുണം 10 ഗുണമല്ലേ, അപ്പൻ്റെതല്ലേ. നമ്മളന്നേരം 60 അടി നീളോ 20 വീതിക്ക് ഒരു ഹോള്. ചാത്തം പെടാത്തൊരു തള്ളയും തോത്രം പെടാത്തൊരു കളവനും.
ഒരു വശം പൊട്ടി ഒരു തമ്പ് കമത്തിട്ട് അടിക്കുക, തീ കത്തിക്കുക, എന്നിൽ ഈ തള്ള കത്തുകയില്ല, ഇങ്ങനൊട്ട് ഗുണമാകുകയില്ല. അപ്പുറം അവൻ ടെന്റ് അടിച്ചു പരിപാടി, ടെന്റ് മേക്കർ. അടുത്തത് അവന്റെ സഹോദരൻ യൂബാൽ എന്ന് അവന്റെ ബ്രദർ യൂബാൽ. അവൻ കിന്നരവും വേണവും പ്രയോഗിക്കുന്ന തലതൊട്ടപ്പൻ. അടുത്തത് സില്ല തുബൽക്കൈനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുള്ള ഗുണ്ടായിസും, ഞാൻ എന്റെ വാക്ക് നിർത്തുക, ഗുണ്ടായിസവും ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ അതിപ്രസരമല്ലേ ഇപ്പൊ. ചില കൺവെൻഷന് ഞാൻ ഏത് പാട്ടാന്ന് പോലും ഇപ്പൊ പിന്നെ അല്ല, ഈ പെട്ടിത്തൂമ്പ് പോലൊരു സാധനം ഉണ്ടായിരുന്നു, എന്തുവാ അതിന് പറഞ്ഞ പറ പോലെ ഇരിക്കുകയല്ലേ, കാല് കൊണ്ടടിക്കുമ്പോ മറ്റേ അതിന്റെ അടുത്തിരുന്ന ചങ്ക് കലങ്ങിപ്പോവും. ഞാൻ തമാശ പറഞ്ഞ അവനെ കൂട്ടിനകത്താ വെളിയിലിറക്കാൻ ഒക്കുകയല്ല, അവനെ വെളിയിലിറക്കിയാൽ ഇവൻ നാശോപ്പിച്ചു വെക്കും. ഞാന് കുറ്റമല്ല, ഉപകരണങ്ങളെല്ലാം നല്ലതാ, സകല വാദ്യ ഉപകരണങ്ങൾ നല്ലതാ, പക്ഷേ പാട്ടിന്റെ ശബ്ദവും സ്വരവും മേളിൽ നിൽക്കണം. ഏത് പാട്ടാന്ന് പോലും അറിയാൻ മേലല്ലോ. അതിനൊക്കെ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന TPM-കാരെയാ. അവിടെ ഈ കിളിമാസ് കളിയൊന്നും ഒക്കെ അവർ പാടാൻ ആളുണ്ട്, അവർ പാടിക്കോളും. ഞാനുള്ള ചോദിച്ചു, നിങ്ങൾ അതിനെ ഇവർ തന്നെ പാടുന്ന വിശ്വാസിയെ കൊണ്ട് പാടിക്കുക. അപ്പോൾ എന്നോടൊരു ആൾ പറഞ്ഞത്, അതെ ഇവര് തിങ്കൾ മുതൽ ഞായറാഴ്ച വരെ പെയ്ത്തോമിൽ തന്നെ ഉണ്ട്, സ്വോത്ര പ്രാർത്ഥനയും ജാഗരണമായിട്ടിരിക്കുക. അവർ പാടും. നിങ്ങളുടെ പാട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ പാട്ട് കഴിഞ്ഞ പിന്നെ ഇവൻ എവിടെല്ലാം പോകുന്നുണ്ട്, എന്നാക്കെയാണ് ആർക്കും അറിയത്തില്ല. പിന്നെ അടുത്ത ഞായറാഴ്ച ഇങ്ങോട്ട് രംഗത്തൊന്ന് ഇവനെ പല സ്ഥലത്ത് പിന്നെ പോവുക. അവനെ കുറ്റം പറഞ്ഞാൽ അവൻ്റെ ജീവിത കാര്യങ്ങൾ നടക്കണ്ടേ, അവനിങ്ങനെ പോവുക. ആവശ്യമില്ലാത്തടത്ത് ചിലപ്പം പോകും, ചിലപ്പം പറഞ്ഞെന്നോ കഴിയുന്നതൊക്കെ ഈ കൈ കൊണ്ട് ഉപയോഗിക്കുന്ന കൈ കൊണ്ട് വേറെയൊക്കെ സ്തോത്രം തോണ്ടിയും മാന്തി ഇപ്പം അങ്ങനെ ആണല്ലോ, തോണ്ടിയും അവത്തങ്ങളെ സ്തോത്രത്തിൽ ആകരിച്ചിരിക്കുക. അപ്പോൾ അവർ പാടിക്കോളാം. അങ്ങനത്തെ ഉണർവ് മതി ഇവിടെ. മറ്റേ ഉണർവൊന്നും ഞങ്ങൾക്ക് അത്രയും പറഞ്ഞ് ഞാനങ്ങ് വിടുക. അപ്പൊ ഈ ഗുണ്ടായുസവും ബഹുഭാര്യത്വവും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന തലമുറ ബോധിച്ച പോലെ നടക്കുക. എന്തിനേറെ അതിക്രമം വർദ്ധിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞ് പെട്ടകം ഒരുക്കുക, വെള്ളപ്പൊക്കത്തിൽ കൊല്ലാൻ പോവാ, വിസ്തരിക്കുന്നില്ല. നോക പെട്ടകം 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഒരു ഏകമാം വാതായനം, 3 തട്ട്, പല കോഷ്ടം. പെട്ടകം ഒരുക്കി പ്രസംഗം വിത്ര, വെള്ളപ്പൊക്കം വരുന്നുണ്ട്, ഇവിടെ ഒരു പെട്ടകം ഉണ്ട്, ഒറ്റ വാതിലുണ്ട്, കയറി രക്ഷപ്പെട്ടോണ്ട്. എല്ലാവരും ഒന്നും കയറിയില്ല, തൻ്റെ കുടുംബം രക്ഷപ്പെട്ടു. ഓടിച്ചു നിർത്തുക 8 പേര്. അത് സ്നാനത്തിനൊരു ഇടജാതിയും മൃഗജാതിയല്ല ഇതിനകത്ത്. സാറ് പണ്ട് പറഞ്ഞത്, നോകിന്റെ തനയരാം യാപത്തും ക്ഷേമം ഖാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും നോകിന്റെ പക്കിനെയും അകത്ത് കയറിയതാ. വീടിന് കാവൽ നിൽക്കും കുക്കുരം പട്ടി, വീടിന് കാവൽ നിൽക്കും കുക്കുരം, മാർജരങ്ങൾ, ആടുമാടുകൾ, കന്നുകാലികൾ, ഇത്യാദിയും കാട്ടിലെ മൃഗങ്ങളാ, കേസരി, ദന്താവളം, ആന, കാട്ടുപോത്തുക്കൾ, കരിമ്പുലി, കോലവ്, ശാർമ, പുള്ളിപ്പുലി, ജാലവും, അർത്യമർത്യ രൂപികൾ, തുള്ളിയോടും പുള്ളിമാനോടും, മുള്ളം പന്നി, വള്ളിമേ കമ്പക്കളി നടത്തും, കരിമന്തി, ഇതെല്ലാം അകത്ത് കയറിയെന്ന്. 8 പേര് മനുഷ്യരും കയറി, ബാക്കി മൃഗജാലവും കയറി. ദൈവം വാതിലടച്ചു. മേളിലത്തെ ഉറവേൻ താഴത്തെ ഉറവേൻ ദൈവം തുറന്നു, വെള്ളം പൊങ്ങി. അകത്ത് കയറിയത് എത്ര പേരാ? ഉറക്കെ പറ. 8. 4-ാം അധ്യായത്തിൽ വായിച്ചത് ഏനോശന കാലത്ത് ആരാധന തുടങ്ങിയെന്നല്ലേ. എല്ലാരും ആരാധിക്കുക, എല്ലാരും വർഷിപ്പാ, എല്ലാം ആരാധനയാ. അകത്ത് കയറി എത്ര എണ്ണം ഉണ്ട്? 8. ആരാധിച്ചവരല്ല കുന്തമൊക്കെ ആയിട്ട് പോയ പുള്ളിക്കാരുണ്ടല്ലോ, എന്തിയല്ല വെള്ളത്തിലാന്നാ പറയുന്നത്. ചിലത് വെള്ളപ്പുറത്താണല്ലോ ഇതെല്ലാം.